നമ്മുടെ നാട് മറ്റു നാടിനെ അപേക്ഷിച്ച് വലിയ അനുഗ്രഹത്തിന് വിധേയമാകാൻ കാരണം നമ്മുടെ മദ്രസ സംവിധാനമാണ്. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നാം പഠനത്തിന് വിധേയമാക്കിയാൽ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ അവിടങ്ങളിലെല്ലാം കേരളത്തിന് വേറിട്ട ഒരു ഇടം ഉണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത് കാണാം. എന്നാൽ നമ്മുടെ സമൂഹത്തിന്, സമുദായത്തിന് ഇത്രയേറെ പുരോഗതികൾ ഉണ്ടാകാനുള്ള കാരണം അത് മദ്രസ സംവിധാനമാണ്. മദ്രസ സംവിധാനം വിജയിക്കുന്നത് ബഹുമാന്യരായ ഈ മദ്രസ അധ്യാപനം നടത്തുന്ന പണ്ഡിതന്മാരാണ്. മദ്രസ സംവിധാനം അതിൻ്റെ അർത്ഥത്തിലും ഭാവത്തിലുമൊക്കെ വിജയിച്ചു വരാൻ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് അതിൻ്റേതായ ശക്തിയോടെ ഒഴുകണം. അതിന് മദ്രസയിലേക്കുള്ള ഈ സംവിധാനത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങളുടെ ഒഴുക്കും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് സുന്നി ജമിഅത്തുൽ മുഅല്ലിമീൻ എന്ന സംഘടന അതിൻ്റെ സംഘടനാ ശാസ്ത്രമനുസരിച്ച് രൂപകൽപ്പന ചെയ്യുന്നത്. അത് നടക്കണമെങ്കിൽ അതിൻ്റെ ചില സിഫത്തുകൾ ഉണ്ടാകേണ്ടതുണ്ട്. നേതൃത്വം എന്നത് അതൊരു പ്രൊഫഷണൽ തസ്തികയാണ്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗങ്ങൾ രണ്ടർത്ഥത്തിലുണ്ട്, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ജോലി, മറ്റൊന്ന് പ്രൊഫഷൻ. ജോലിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ വേതനം കിട്ടാൻ വേണ്ടി, കൂലി കിട്ടാൻ വേണ്ടി ആ ജോലി ചെയ്ത് തീർക്കലാണ്. പ്രൊഫഷൻ്റെ പ്രത്യേകത അതൊരു അപ്ഡേഷൻ ആവശ്യമായ, കാലത്തിനനുസരിച്ച്, കാലഘട്ടവും സന്ദർഭമൊക്കെ അനുസരിച്ച് മാറാൻ സന്നദ്ധതയുള്ള ഒരു തസ്തികയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ജോബും പ്രൊഫഷനും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് ഇങ്ങനെ രണ്ട് പ്രധാന വിഷയങ്ങളിലൂടെയാണ്. ജോബ് പലപ്പോഴും ആ ജോലി എന്നത് ആ നൈമിഷികമായ അല്ലെങ്കിൽ ആ കുറഞ്ഞ സമയം കൊണ്ട് അത് തീർന്നു പോകുന്നതാണ്. പ്രൊഫഷൻ അങ്ങനെയല്ല. ജോലിയാകുമ്പോൾ ഒരാൾക്ക് 8 മണി മുതൽ 10 മണി വരെയാണ് ജോലിയെങ്കിൽ ആ 10 മണി കഴിയുമ്പോൾ അയാൾ അതിൽ നിന്ന് പിരിയാൻ ശ്രമിക്കുന്നത് കാണാം. അതേസമയത്തൊരു പ്രൊഫഷൻ എന്നത് അദ്ദേഹം അതിലൂടെ നേടേണ്ട അച്ചീവ്മെൻറ്റുകൾ, നേട്ടങ്ങൾ, ഇസ്തിഫാദത്ത്, ഈ നേട്ടങ്ങളായിരിക്കും പ്രധാന വിഷയം. ആ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമമാണ് പ്രൊഫഷൻ്റെ രൂപം. ഇതിൽ നാം സംഘടന രൂപീകരിച്ച് സംഘടനയിലൂടെ എല്ലാ മദ്രസകളിലേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട, മാഗസിനുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള ഓരോ ഇനങ്ങൾ തിരിച്ച് ഇതിൻ്റെ ഫലങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം ഓരോ ചുമതലയുള്ള സംഘടനാ ഭാരവാഹിത്വമുള്ളവരുണ്ടാകും. ആ ഭാരവാഹിത്വത്തിലൂടെ നമുക്ക് ഈ മൂല്യം ഓരോ മദ്രസ എന്ന അടിത്തട്ടിലേക്ക് അത് എത്തിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നേതാക്കളുടെ ഇടപെടൽ ഒരു സ്മൂത്തായി നടക്കണം. നമ്മുടെ ദൗത്യം സ്മൂത്തായി നടക്കണം. ദൗത്യം സ്മൂത്തായി നടക്കണമെങ്കിൽ ആവശ്യമുള്ളത് സ്കില്ലുകളാണ്, മലക്കുകളാണ്. ഇപ്പം ഞാനിവിടെ വരുന്നുകൊണ്ടിരിക്കും, എൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഒരു പുസ്തകം, ലൈഫ് സ്കില്ലുകൾ, ജീവിത നൈപുണികൾ, മലക്കകൾ എന്ന് നമുക്ക് പറയാം. ഈ മലക്കയായിട്ട് നമ്മുടെ ഈ ഉത്തരവാദിത്വ നിർവഹണം മാറുമ്പോഴാണ് അതിന് കൃത്യമായ, വളരെ നർമ്മം ചേർന്ന അല്ലെങ്കിൽ സരളമായ, സരസമായ ഒരു പ്രവർത്തന രീതി ഉണ്ടാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ സരസമായ രീതി ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ, ഇവിടെ ഞാനൊരു 10 കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്ന പരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. 10 കാര്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. 1 പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ വ്യക്തിത്വമാണ്.
2 റെസ്പോൺസിബിലിറ്റിയാണ്, മസ്ഊലിയത്ത്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. 3 കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം, നമ്മുടെ മുആമലത്ത് രീതി. 4 ഡിസിപ്ലിൻ, അച്ചടക്കം. എപ്പോഴും ഒരു ഇസ്തിത്വാഴത്ത്, അതുപോലെ ഒരു വഴങ്ങേണ്ടതിനെ വഴങ്ങൽ, അത് ഒരു പ്രധാന ഘടകമാണ്. 5 ഗ്രൂപ്പ് തിങ്ക്, എപ്പോഴും ഒരു കൂട്ടായ്മയോടുകൂടെ, കൂട്ടായ്മ മനോഭാവം, സംഘമനോഭാവം, സംഘബോധം എന്നൊക്കെ പറയാം. 6 എയിം, ദിശാബോധം, ഒരു മബ്ലഗ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം. 7 നോളേജ്, അറിവ്, നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അറിവ് നിറഞ്ഞതായിരിക്കണം ഒരു നേതൃത്വത്തിൻ്റെ ഇടപെടൽ രീതി. 8 ഓപ്പർച്യൂണിറ്റി, എപ്പോഴും അവസരങ്ങൾ ഉപയോഗിക്കുന്നവരും അവസരങ്ങൾ ഫലപ്പെടുത്തുന്നവരുമായിരിക്കണം ഒരു നേതാവ്. 9 കോൺഫിഡൻസ്, എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവാണ് എല്ലാം നിർവഹിച്ചു തരുന്നവൻ, ഞാൻ അതിനു വേണ്ടി അധ്വാനിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാനത് നിർവഹിക്കുന്നു എന്ന ബോധം. 10 പോസിറ്റിവിറ്റി, എപ്പോഴും നമ്മുടെ ദൗത്യത്തിനോട് അനുകൂലമായി ചിന്തിക്കുന്ന, നാം നേടാൻ അല്ലെങ്കിൽ നാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാവുന്നതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഒരു നേതാവിൻ്റെ ചിന്താരീതി. പോസിറ്റിവിറ്റി, അനുകൂലമായി ചിന്തിക്കുക. മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ഇത് വിജയിക്കും, ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ ഈ സംഘടനയുടെ നല്ല ലക്ഷ്യങ്ങൾ നടക്കും, അതുപോലെ ഒരാളെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വരും. ഇങ്ങനെ പോസിറ്റിവിറ്റിയോടുകൂടെ ചിന്തിക്കുന്ന മനോഭാവം. ഇങ്ങനെ 10 കാര്യങ്ങളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ 1 പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്നത് പലപ്പോഴായി ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദപ്രയോഗമാണ്. പ്രത്യേകിച്ച് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നൊരു വാക്കാണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അയാൾ നിരന്തരം എങ്ങനെയാണ് എന്നത് നോക്കിയിട്ടാണ്. നിരന്തരം ഒരാളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു നല്ല വാക്കുണ്ട്. എത്ര വിശദീകരിച്ചാലും അത് വിശദമാകുമ്പോഴും ഈ ചുരുങ്ങിയ വാക്കിലേക്ക് അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും വീണ്ടും 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 വന്നു ചേരാൻ സാധ്യതയുള്ള വിധത്തിലുള്ള ഒരു ജമീലായ കലാം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. നല്ലവൻ ആര്? എല്ലാവർക്കും ഒരു ചിന്താ വിഷയമാണ്. നല്ലവൻ ആര്? അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉത്തരം ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങൾ ഏറ്റവും അടുത്തിടപഴകുന്ന നിങ്ങളുടെ ആശ്രിതർ, അവരുടെ അടുക്കൽ നിങ്ങളിൽ ആരാണ് നല്ലവൻ? അദ്ദേഹം നല്ലവനാണ്. ആ വാക്കിൻ്റെ ഉള്ളിൽ അന്തർലീനമായി ഒരാശയമുണ്ട്. ഒരാൾ നല്ലവനാകാൻ എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മളെ ആശ്രിതരെടുക്കൽ നമ്മളൊരു നല്ലവനാകാൻ എന്ത് ചെയ്യണം? അതാണ് ഏറ്റവും നല്ല അമൽ. ഒരാളുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന അമൽ ഏതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ ഈ വാക്കിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, ഇവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൂടി ജീവിക്കുന്നതെങ്കിൽ, അതല്ല ഞാൻ ഏറ്റവും കൂടുതൽ കൂടി ജീവിക്കുന്നത് ഒരു സ്ഥാപനത്തിലാണ്, ആ സ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ മക്കൾ, ഇനി അതിലൊരു ഫാക്ടറിയിലോ ഒരു മഹലിലോ ജീവിക്കുന്ന ഒരാൾ, ആ മഹലിൽ അദ്ദേഹവുമായി കൂടിപ്പെരുമാറുന്ന ഇവരെല്ലാം ഈ പരിധിയിൽ വരണം. അവരുടെ മുമ്പിൽ നിങ്ങൾ നല്ലവനാണോ? നിങ്ങൾ ഏറ്റവും
അടുത്ത ഭാഷയിൽ കൂടി ജീവിക്കുന്ന ഈ നിങ്ങളുടെ ഈ മാതാപിതാക്കൾ, അവരുടെ അടുക്കൽ നിങ്ങൾ നല്ലവനാണോ? മക്കളുടെ അടുക്കൽ നിങ്ങൾ നല്ലവനാണോ? ഒരു ഭാര്യയുടെ അടുക്കൽ നല്ലവനാണോ? ഇന്നലെ ഒരു MSc സൈക്കോളജിയൊക്കെ കഴിഞ്ഞ നല്ലൊരു പണ്ഡിതൻ, നല്ല കഴിവുറ്റ നല്ല പ്രതിഭാശാലിയായ ഒരു പണ്ഡിതൻ, അദ്ദേഹം അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഫാമിലി സഹിതം എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശങ്ക, ഞാൻ മക്കളുടെ കൂടെ വളരെ സൗഹൃദ സ്വഭാവത്തിൽ ഇടപഴകി ജീവിച്ച ഒരാളാണ്. പക്ഷേ ഈ അടുത്തായി വല്ലപ്പോഴുമൊക്കെ എൻ്റെ മകൻ എൻ്റെ ഈ ഒരു ട്രഡീഷണൽ, അതായത് സംശുദ്ധമായ ഒരു പാരമ്പര്യം ഉള്ള നല്ലൊരു ഫാമിലിയാണ് എൻ്റെതാണെങ്കിലും ഭാര്യയുടേതാണെങ്കിലും ഒക്കെ. പക്ഷേ ഈ പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിച്ചു വന്ന വാല്യൂസ്, മൂല്യങ്ങൾ, വേഷത്തിലായാലും പെരുമാറ്റത്തിലായാലും സമീപനങ്ങളിലാണെങ്കിലൊക്കെയുള്ള മൂല്യങ്ങൾ, ആരാധനാ സ്വഭാവത്തിൽ ഉൾപ്പെടെ, അത് എൻ്റെ മോൻ പലപ്പോഴും ലംഘിക്കുകയാണ്, പുറന്തള്ളുകയാണ്. പല രീതിയിൽ ഞാൻ എൻ്റെ മകനോട് ഈ വിഷയം നിർദ്ദേശിച്ചു നോക്കി. പക്ഷേ മകൻ അകന്നകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ഇവിടെ ഒരു മകൻ്റെ മുമ്പിൽ നല്ല ഒരു രക്ഷിതാവുക എന്നത് അത് വളരെ സിമ്പിളാണ്. പക്ഷേ അതീവ ഗൗരവമുള്ളതാണ്. ഇതൊരാളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ, പുരോഗമിപ്പിക്കാൻ ആവശ്യമായ ഒരു മേഖലയാണത്. ഇവിടെയുള്ള ഒരു ശ്രമകരമായി അവതരിപ്പിക്കേണ്ട ഒരു അതിസാഹസികമായ അതിദഖീഖായ ഒരു ഏരിയ എന്ന് പറയുന്നത്, ചിലരൊക്കെ ഈ വിഷയം സംസാരിക്കുമ്പോൾ അത് സങ്കീർണമാണെന്ന് പറഞ്ഞു വെക്കാറുണ്ട്. നമുക്കൊന്നും നടക്കൂല എന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞു വെക്കാറുണ്ട്. സത്യം അങ്ങനെയല്ല, സങ്കീർണമല്ല, ഗൗരവമുള്ളതാണ്, പക്ഷേ എളുപ്പമുള്ളതാണ്. ഞാൻ എപ്പോഴും ഉദാഹരിക്കാറുള്ളത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ എന്നാണ്. ശ്വസിക്കലും ഉച്ഛ്വസിക്കലും വളരെ ഗൗരവമുള്ളതാണ്, പക്ഷേ സങ്കീർണമാണോ? അല്ല. സരളമായി അത് നടന്നുകൊണ്ടിരിക്കും. നമ്മളായിട്ട് കറിയായിട്ട് വലിയ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. പക്ഷേ നിസ്സാരമായ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ചിലപ്പോഴൊക്കെ അത് സങ്കീർണമായേക്കാം. ഇന്നലെ തന്നെ ഒരു കേരളത്തിൻ്റെ തെക്കു ഭാഗത്ത് നിന്നുള്ള ഒരു സഹോദരൻ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ചില പ്രത്യേക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടും, ഓവറായിട്ട് ശ്വാസം കിട്ടാതെ ആയി പോകും. അത് ഇന്നലെ ആ ഒരു മനുഷ്യനല്ല, ഒന്നിലധികം പേര് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാപ്പി സോണിൻ്റെ രാമനാട്ടുകരയിലെ സെൻറ്ററിൽ വന്ന ഒന്നിലധികം പേരെ ഞാൻ ആ ഒരു പ്രശ്നം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ശ്വാസം മുട്ടുക. അപ്പം മനസ്സഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചിലർക്കത് വരാം. നിസ്സാരമാണെന്ന് തോന്നുന്നതാണെങ്കിലും അദ്ദേഹത്തിന് അത് വളരെ സങ്കീർണമാണ്. ഇതുപോലെ ചിലപ്പോഴൊക്കെ സംഭവിക്കാം. അപ്പോൾ പാരൻറ്റിങ് എന്നത് വളരെ സരളമായി നടക്കുന്ന, എളുപ്പം നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ അതിൽ പിഴവുണ്ടാകും. ഇതിൽ ഞാൻ ഇന്നലെ പരാമർശിച്ചതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ പറയാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിരന്തരം ഡെവലപ്പ് ചെയ്ത് അതൊരു പ്രവർത്തനം എന്നതിൽ നിന്ന് കവിഞ്ഞ് ഒരു സ്കില്ലാകുന്നത് വരെ, മലക്കയാകുന്നത് വരെ, നൈപുണിയാകുന്നത് വരെ അതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒന്നാണ്. ജീവിതമാസകലം അധ്യാവസാനം നിരന്തരം ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതിലെ നല്ല ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ പലപ്പോഴായിട്ട് നമുക്കറിയാം, വ്യാപകമായി അറിയാവുന്ന ചരിത്രമാണ്. വലിയ ധീരനാണ്, വലിയ ആരെയും ഭയപ്പെടുത്താൻ ശേഷിയുള്ള ആ വലിയ കഠിന പ്രയോഗക്കാരൻ എന്നൊക്കെ ചരിത്രം വിലയിരുത്തിയ ആളാണ്. പക്ഷേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായി മാറി? ഏതൊരു സഹോദരിക്ക് വേണമെങ്കിലും തിരുത്താൻ പാകപ്പെട്ട സംശുദ്ധമായ ഒരു പ്രകൃതക്കാരനായി മാറി.
ഭർത്താവും ഭാര്യയും തമ്മിൽ വിട്ടുനിൽക്കാവുന്ന സമയപരിധി, ഡ്യൂറേഷൻ എത്രയെന്ന് തീരുമാനിക്കുന്നതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറയാൻ മുതിർന്നപ്പോൾ ഒരു സഹോദരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ തിരുത്താൻ മുതിർന്നതെന്ന് ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. സ്വന്തം ഭാര്യയ്ക്ക് പോലും ആ ഭാര്യയ്ക്ക് പറയാനുള്ളത് വളരെ എളുപ്പം പറഞ്ഞവതരിപ്പിച്ച് മേൽക്കോയ്മ നേടാൻ, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് സധൈര്യം പറയാൻ പറ്റുന്ന, ഭയപ്പെടാതെ എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റും വിധം ആ വലിയൊരു മനുഷ്യനെ പരുവപ്പെടുത്തിയ ഒരു നിരന്തര പരിശീലനമുണ്ട്. ഈ നിരന്തര പരിശീലനം എന്നത് വ്യക്തിത്വത്തിൽ വളരെ പ്രധാനമാണ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഉദാഹരണമാണ്, ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വരുന്നു, പരാതി പറയാനാണ്. എന്താ പരാതി? വീട്ടിൽ സ്വസ്ഥത വളരെ കുറവാണ്, ഭാര്യയുടെ പെരുമാറ്റം വളരെ മോശമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നേടാം? വീട്ടിൻ്റെ ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൻ്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു പോകാൻ മുതിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് ഉമർ റളിയല്ലാഹു ഈ ആളെ കാണുന്നത്. അയാളെ വിളിച്ചു, അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ വന്നിട്ടൊന്നും പറയാതെ തിരിച്ചു പോയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റ ദൂഷ്യം, അവരുടെ സംസാരം എന്നെ വല്ലാതെ ശല്യം ചെയ്തപ്പോൾ പൊറുക്കാൻ കഴിയാതായപ്പോൾ പരാതി പറയാൻ വന്നതായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടുത്തെ സംസാരം ഞാൻ കേട്ടു, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇത്ര വലുപ്പം എൻ്റെ വീട്ടിലില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇവിടെ ഈ വിധം ഒരു മനുഷ്യനെ പരുവപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? നിരന്തര പരിശീലനമാണത്. ഇതൊരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നാം കബൂലാകുന്നുണ്ടോ, നാം അക്സെപ്റ്റബിൾ ആകുന്നുണ്ടോ, നാം സ്വീകാര്യരാകുന്നുണ്ടോ എന്നത് നിരന്തര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഒരാൾക്ക് നന്നാകാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ഹാപ്പിസോണിൻ്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറുള്ളതും പ്രോത്സാഹിപ്പിക്കാറുള്ളതും, നിങ്ങളുടെ വ്യക്തിജീവിതം നിങ്ങൾക്ക് ഇതുപോലെ ശുദ്ധീകരിക്കാനും പരുവപ്പെടുത്തിയെടുക്കാനും കഴിയുമോ? നിങ്ങൾക്ക് എവിടെ പോയാലും വിജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ കഴിവുറ്റ ഒരാളാണ്. ഇപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റത്തെ ഇത് പോകുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളെ അടുത്ത് നിൽക്കുന്ന, ചാരി നിൽക്കുന്ന ഒരാൾക്ക് സ്വീകാര്യമാകാറുണ്ടോ? അദ്ദേഹത്തിന് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ മകനോട് നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ വാപ്പയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മകന് പറയാൻ കഴിയുമോ? മകൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ കണ്ടാലാണ് എനിക്കൊരു മനസ്സമാധാനം വരിക എന്ന് പറയാൻ പറ്റാറുണ്ടോ? മറിച്ച് അദ്ദേഹത്തെ കണ്ടാലാണ് എൻ്റെ എല്ലാ സ്വസ്ഥതയും അവസാനിക്കുക എന്ന് പറയുന്ന സാഹചര്യമാണോ ഉണ്ടാകാറുള്ളത്? ഇന്നിപ്പോൾ സൈക്കോളജി വല്ലാതെ ഒരു വഴിമാറി സഞ്ചരിക്കാറുണ്ടോ എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ട്. എൻ്റെ അടുത്ത് സമീപകാലത്ത് പലപ്പോഴായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു അനുഭവമുണ്ട്. ഒരു ദിവസം ഏതൊരു രക്ഷിതാവ്, ഞാൻ ഉള്ള ഒരു വലിയ കേരളത്തിൽ ഒരു അറിയപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനത്തോട് ചേർന്ന് എൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ രക്ഷിതാവ് എന്നെ വിളിച്ചു. നിങ്ങൾ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനോടടുത്ത് ഒരു വലിയ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ മെഡിസിനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൾ, ആ മകളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളടുത്ത് ഇന്ന് വരും, രക്ഷിതാവും മകളും കൂടെ വരും. മകൾ ഒരു മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ വരുമ്പോൾ ഉസ്താദ് ആ സഹോദരിയുടെ, ആ രക്ഷിതാവിൻ്റെ, ആ മാതാവിൻ്റെ സംസാര ശൈലിയുടെ ആകത്തുക എന്ന് പറയുന്നത് ഉസ്താദെ ആ ബന്ധം മാക്സിമം ഒന്ന് അടുപ്പിക്കാതെ ഒന്ന് പിരിക്കണം എന്നതാണ് ആ മാതാവിൻ്റെ സംസാരത്തിലാകത്തുക. അതായത് മകളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, ഈ നിക്കാഹ് കഴിഞ്ഞ മകളുടെ ജീവിതത്തിൽ അവളും ഈ ഭർത്താവും തമ്മിൽ മാക്സിമം ഒന്ന് പിരിച്ചു തരണം എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞതാണോ, അപ്പോയിൻമെൻറ്റ് സമയമൊക്കെ തീരുമാനിച്ചതാണ്, എന്നാൽ
നിങ്ങൾ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കരുത്. നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പറയാം. അതിൽ ഗുണം എന്താണോ അത് ഞാൻ നിങ്ങളെ ധരിപ്പിച്ചു തരും. ദോഷം എന്താണോ അത് ഞാൻ നിങ്ങളെ ധരിപ്പിക്കും. അതിൽ കവിഞ്ഞ് ഇവരെ പിരിക്കണമെന്നോ ചേർക്കണമെന്നോ പറയുക, അത് ഞാൻ ചെയ്യില്ല. മറിച്ച് ചേരേണ്ടതും പിരിയേണ്ടതുമൊക്കെ സ്വയം ബോധത്തോടുകൂടെ അവരവർ ചെയ്യേണ്ടത്. എന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ രക്ഷിതാവ് ഇങ്ങനെ പറയാനുണ്ടായ കാരണം, സമീപകാലത്ത് ഒരുപാട് കേസുകൾ തല്ലിപ്പിരിയുന്നത് എങ്ങനെയാണെന്നറിയാം. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം നോക്കിയിട്ട് പറയുന്നു, ഇയാൾക്ക് നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്, അതുകൊണ്ട് ഇദ്ദേഹവുമായി മുന്നോട്ട് പോവുകയില്ല. എന്തേ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറയാൻ കാരണം, ഈ ഭർത്താവ് പറയുന്നു നീ എന്നെ അനുസരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന ഭാഷ്യം ഭർത്താവിൽ നിന്നുണ്ടാകുന്നു. ഈ സമീപന രീതിയുടെ രൂപഭാവങ്ങൾ ശക്തി പ്രാപിക്കുന്നത് പലപ്പോഴായിട്ട് കാണാം. ഈ ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴായിട്ട് സൈക്കോളജിസ്റ്റുകൾ, മനഃശാസ്ത്ര മേഖലയിൽ ഇവരുടെ രക്ഷിതാക്കളോട് പറയുന്നു, ഇദ്ദേഹത്തിന് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒറ്റവാക്കിലുള്ള വിശേഷങ്ങൾ മാത്രമല്ല, അതിൻ്റെ ചില വകഭേദങ്ങൾ കൂടി വരും. എന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഭാവം കുറച്ച് വികസിക്കുമ്പോൾ അത് തമ്മിൽ തല്ലായി മാറും, കലഹമായി മാറും, പ്രശ്നമായി മാറും. ഏതൊരു പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചു നോക്കിയാലും അത് വലിയൊരു തല്ല് കേസൊക്കെ പലപ്പോഴും ആദ്യം തന്നെ രണ്ടാളും തല്ലാൻ തീരുമാനിച്ചു വന്ന് തമ്മിൽ തല്ലല്ല, പിന്നെ അതിനൊരു ആവിർഭാവ ഘട്ടങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കിയാൽ പലപ്പോഴും ഇത് തീർക്കാൻ എളുപ്പമാണ്. ഒരു സ്കൂളിൽ വെച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ എൻഡിൽ ഒരു ടീച്ചർ ചോദിച്ചു, പിന്നെ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥികളെ ചെറിയ കാരണങ്ങളൊക്കെ കിട്ടുമ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കുക എന്ന് പറയുന്നത് വലിയ കഴിവൊന്നുമല്ല, ഗെറ്റ് ഔട്ട് അടിക്കൽ വലിയ സേവനവുമല്ല, കാരണം ആ കുട്ടികൾ പിന്നെ വളരുകയല്ലല്ലോ, മോശമാകുകയല്ലേ ചെയ്യുക. ഇത് പറഞ്ഞപ്പോൾ ഒരു ടീച്ചറുടെ ചോദ്യമായിരുന്നു, സർ 2 കുട്ടികൾ നിങ്ങളിപ്പോൾ അടുത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കി, എന്തേ കാരണം? വലിയ തല്ല് നടന്നു സ്കൂളിൻ്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആയി മാറിയപ്പോൾ ഞങ്ങൾ അവരെ പുറത്താക്കി. ഞാൻ ചോദിച്ചു എന്തുണ്ടായത്? അതായത് ഒരു +1 വിദ്യാർത്ഥി +2 വിദ്യാർത്ഥിയോട് പറഞ്ഞു, എടാ ഷർട്ട് ഇടടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ +2 വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ +1 വിദ്യാർത്ഥി അതിന് മറുപടിയായിട്ട് പറഞ്ഞു, വീട്ടിൽ കയറി തല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ +1 വിദ്യാർത്ഥി ഈ +2 വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയിട്ട് തല്ലി. അപ്പോൾ പിന്നെ പുറത്താക്കണ്ടേ എന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളിതിൻ്റെ യഥാർത്ഥ വശം അന്വേഷിച്ചിരുന്നോ, എങ്ങനെ ഇത് ഉണ്ടായതെന്ന് അന്വേഷിച്ചിരുന്നോ? സംസാരിച്ചു, രണ്ടാളും ഉള്ളത് സമ്മതിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളിതിൻ്റെ പരിഹാരത്തിന് എന്തെങ്കിലും ചെയ്തോ? ഇപ്പോൾ പുറത്താക്കൽ പരിഹാരമാണോ? പുറത്താക്കൽ പരിഹാരമല്ല. പുറത്താക്കലിൻ്റെ കൊണ്ടുള്ള നേട്ടം എന്താ? ഇതാ ഇവരൊരു ഭീകരരായ 2 പേരാണ്, ഇവരെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതി, ഒരു സ്കൂളിൽ പൊറുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പുറത്താക്കിയാലുള്ള ഒരു മെച്ചം. അല്ലാതെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. പകരം പുറത്താക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ തല്ലാൻ പ്രേരിപ്പിച്ചൊരു പ്രചോദന ശക്തി അവരോട് പറയും, ഉഷാറായിട്ടുണ്ട്, ഇനി പിടിച്ചു നിൽക്കണം, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ കൂടെ ആളുണ്ടാവും, ചങ്കുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? അത് രൂക്ഷമാകും. പകരം ഇതെന്തുകൊണ്ടാണ് തല്ലണം എന്ന് ഈ കുട്ടിക്ക് തോന്നിയെന്നറിയോ? അത് പരിഹരിക്കണം. അതെന്താ? പലപ്പോഴായും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ വിതയ്ക്കുന്ന ഒരു കലയാണ് സിനിമ എന്ന് പറയുന്ന ആർട്ട്. സിനിമ ആർട്ട് പലപ്പോഴായി പഠിപ്പിച്ചു വിദ്യാർത്ഥിനികൾ തമ്മിൽ തല്ലുന്നത് ഭയങ്കര സംഭവമാണ്. ഈ തമ്മിൽ സിനിമയിൽ തല്ലുന്നതിന് നോവൊന്നുമില്ല, കാരണം അവർ ക്യാമറേൻ്റെ മുമ്പിൽ കാണിക്കുന്ന ട്രിക്കുകളായിരിക്കും. പക്ഷേ ഇത് കണ്ട് തല്ലുന്ന ഈ കുട്ടികൾക്ക് നോവുകയും ചെയ്യും, ജീവിതവും പോവും. ഇത് ഈ പാവങ്ങൾ അറിയില്ല. തമ്മിൽ തല്ലൽ കഴിവൊന്നുമല്ല, അതേത് മൃഗത്തിനും ഏത് ഗുണ്ടക്കൊക്കെ കഴിയും. മനുഷ്യൻ കഴിവ് ആർജിക്കുന്നത് ലീഡർഷിപ്പിലൂടെയാണ്, നേതൃത്വ മനോഭാവത്തിലൂടെയും സർവീസിലൂടെയാണ് മനുഷ്യൻ വലിയവനാകുന്നത്. മറ്റേ വലുതാകലല്ല, മറ്റേ അധപ്പതിക്കലാണ്. ഈ ഒരു ബോധ്യം ഈ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ട് അവരെ ഒന്ന് യോജിപ്പിക്കാൻ
ചില്ലറ വാക്കുകളെ ഒരു അധ്യാപകൻ ആവശ്യമുള്ളൂ. പകരം ഇവരെ ഗെറ്റൗട്ടടിച്ചാൽ ശാശ്വതമായി പ്രശ്നത്തിൻ്റെ ആളാകും. ഞാൻ പറഞ്ഞ പോയിന്റ് എവിടെയാണെന്നറിയോ? ഈ തമ്മിൽ തല്ലൽ നടക്കുന്നത് അതിനൊരു ആവിർഭാവ ഘട്ടമുണ്ട്. അതെന്താ? ഒന്ന്, തല്ലിയാലാണ് ഞാനാകുന്നത്. +1 വിദ്യാർത്ഥിയായ ഞാൻ +2കാരനെ തല്ലിയാൽ എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഞാൻ ഹീറോ ആയി, ഞാൻ വില്ലനായി. ഈ തോന്നലാണ് ഒന്നാമത്തെ ആവിർഭാവ ഘട്ടം. അത് കണ്ടെത്തി പരിഹരിക്കലാണ് യഥാർത്ഥ പരിഹാരം. പക്ഷെ ഇത് ചെയ്യാതെ ഈ കുട്ടികളെ ഇപ്രകാരം സമീപിക്കുന്നത്, അതുപോലെ ഒരു ഫാമിലിയിൽ പൊതുവെ അവർ കണ്ടു വളർന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ അവർ കോപ്പി ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ അനുസരിക്കണം എന്ന ചിന്ത അവൻ പറഞ്ഞേക്കാം. പറഞ്ഞാൽ ഒരു ഭാര്യ അതിനനുസരിച്ച് തിരിച്ചും പറഞ്ഞേക്കാം. അങ്ങനെ പറയുമ്പോൾ എന്തു സംഭവിക്കും? കലഹം ഉണ്ടാകും. കലഹം മൂർച്ഛിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തമ്മിൽ കയ്യാങ്കളി നടക്കും. കയ്യാങ്കളി നടന്നാൽ അവിടെ അതിനാണ് തല്ല് നടക്കുക എന്നൊക്കെ പറയാം. തല്ല് നടന്നാൽ എന്താ സംഭവിക്കാന്നറിയാം? ഈ നടന്ന തല്ലിനെ കുറിച്ച് വിളിച്ചിട്ട് പാപ്പാനോട് മോള് പറയും, മോന് പറയും, ഇവൾ എന്നെ തല്ലി, ഇവൻ എന്നെ തല്ലി. അപ്പോൾ അവരവർക്ക് നോവും. അവർ ഉടനെ തീരുമാനമെടുക്കും. ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള വിഷയം? വ്യക്തിത്വം എന്ന് പറയുന്നതിനെ കൃത്യമായി മനസ്സിലാക്കി അത് മോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ജീവിതത്തിലുടനീളം നടക്കേണ്ട ഒരു സംഗതിയാണ്. കൂടെ നിൽക്കുന്നവന് സന്തോഷം കൊടുക്കാൻ കഴിയുക എന്നത് ഒരു കഴിവാണ്. ജീവിത നൈപുണികൾ ഇത് മനസ്സിലാക്കി ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും ഒറ്റമൂലിയായ ഒറ്റവാക്കാണ് ഖൈറുക്കും ലി അഹ്ലിഹി. കൂടെ ജീവിക്കുന്നവർക്ക് എങ്ങനെ സന്തോഷം കൊടുക്കാം. ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ മകൻ ഏത് തിന്മ ചെയ്താലും ആയിക്കോട്ടെ എന്ന് പറയലല്ല. എൻ്റെ ഭാര്യ ഏത് തിന്മ ചെയ്താലും കുഴപ്പമില്ല, നീ അത് ചെയ്തോ, കാരണം നിന്റെ മുമ്പിൽ എനിക്ക് ഇഷ്ടം വേണം, അതല്ല. മറിച്ച് നന്മകളിൽ കൂടെ നിൽക്കുകയും തിന്മകളിൽ നോ പറയുകയും ചെയ്യുക എന്നത് അതൊരിക്കലും മാറ്റേണ്ടതില്ല. നോ പറയുന്ന സമയത്ത് ഒരു സവിശേഷമായ പെരുമാറ്റ രീതി എന്താണെന്നറിയോ? ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. ദേഷ്യത്തിന് പകരം നിലപാട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. മസലൻ വീട്ടിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോർമാറ്റ് എന്താണ്? വീട്ടിൽ ഈ വിരിയൊക്കെ, അതുപോലെ വീട്ടിലുള്ള ഈ വസ്തുക്കളിലൊക്കെ ജീവികളെ ഈ ആരാധിക്കുന്ന സ്വഭാവത്തിൽ നേരത്തെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചതുപോലെ അതിൻ്റെ രൂപം അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുത്. അതിനോട് സമാനമായ ശൈലികളും വേണ്ട. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ വിരിയിൽ ഒരു ജീവിയുടെ രൂപം, ചിത്രം എന്ന് പറയാം, അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിലപാടിൽ ഉറച്ചു നിന്നു. അഥവാ ഇതിനോട് എനിക്ക് വിയോജിപ്പാണ്. ആയിഷയെ വാപ്പയെയും വല്യാപ്പയെയും ചേർത്ത് ചീത്ത വിളിച്ചിട്ടില്ല, കരണക്കുറ്റി നോക്കി അടിച്ചിട്ടില്ല, അസഭ്യം പറഞ്ഞിട്ടില്ല, ശാരീരികമായി നോവിച്ചിട്ടില്ല, നിലപാടിൽ ഉറച്ചു നിന്നു. ഇതാണ് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. ഇതൊരു സ്നേഹഭാഷയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫലമുണ്ടാകും എപ്പോ? നേരത്തെ സ്നേഹസമസൃണമായ പെരുമാറ്റ രീതി സ്ഥാപിച്ച ഭാര്യ ഭർത്താക്കന്മാരോ ബന്ധമോ ആണെങ്കിൽ അത് വിജയിക്കും. ഇതുകൊണ്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതി. ഇതൊരു നേതാവിൻ്റെ ഒരു പ്രധാന സ്വഭാവമാണ്, പ്രധാന സിഫത്താണ്. രണ്ടാമത്തെ ഒന്ന് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്പർ 2, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് എപ്പോഴും ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് ആ നേതാവിൻ്റെ കാഴ്ചപ്പാട്, ഇതിൽ നേതാവാണെങ്കിൽ ഞാൻ മുഖേന എൻ്റെ ഈ അടിത്തട്ടിലെ സംവിധാനത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. എനിക്കെന്ത് ചാൻസ് ഉണ്ട് എന്ന് നോക്കണം. ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാകൽ എൻ്റെ കുറ്റമാണ് അവിടെ തിന്മ സംഭവിച്ചത് എന്നാണ്. അതൊരു പാറ്റേൺ വേറെയാണ്. ഇപ്പം നമ്മുടെ സംഘടനാ സംവിധാനത്തിനിടയിൽ നമ്മുടെ അടിത്തട്ടിൽ പരീക്ഷാ പിരിവ് നടന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചലനം നടക്കാതിരുന്നാൽ അതെൻ്റെ കുറ്റമാണ് എന്ന് പറയാനല്ല പറഞ്ഞത്. മറിച്ച് അത് ഇവിടുന്ന് അങ്ങോട്ടത് നടത്താൻ എനിക്ക് കഴിയും.
അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി മനോഭാവം. പകരം അത് അയാളുടെ കുറ്റമാണ്, ഞാൻ അയാളോട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ക്രിറ്റിസിസം മെൻറ്റാലിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് മെൻറ്റാലിറ്റി കൂടിയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അത് അയാളോട് ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ചെയ്യാഞ്ഞിട്ടാണ്. നോ, നേതാവ് അങ്ങനെയല്ല. നേതാവ് എന്താണ്, ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരു തവണ പറഞ്ഞു, നടന്നില്ല, ഇനി നടക്കാൻ ഞാൻ എന്ത് പറയണം, എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുന്നതാണ് ഒരു നേതാവിൻ്റെ മനോഭാവം. ആ സമയത്തൊരു നേതാവ് ചെയ്യേണ്ടത് എന്താണ്? ഒരു മേൽഘടകത്തിൽ നിന്ന് സംഘടന എന്ന സംവിധാനത്തിലാണെങ്കിൽ തൻ്റെ താഴെഘട്ടത്തിലുള്ള ഒരാൾ, അയാൾ എൻ്റെ സഹപ്രവർത്തകനാണ്. നേതാവ് എന്ന് പറയുമ്പോൾ നേതാവ് എന്ന ആ വകയിലുള്ള പ്രവർത്തനം എന്താണ്? സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഇതാണ് നേതാവ്. നേതാവ് എന്നതിൻ്റെ പേരിൽ നടക്കേണ്ടത് എന്താണ്? സർവീസാണ്. ഇപ്പം നേതാവ് തൻ്റെ അടിത്തട്ടിലുള്ള ഒരാളോട് എന്തേ നിങ്ങളുടെ ആ വർക്ക് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നേതാവിൻ്റെ ചോദ്യം എന്താ അറിയോ? എന്തു പറ്റി? നിങ്ങൾക്ക് എൻ്റെ ഏത് ഹെൽപ്പാണ് വേണ്ടത്? ഞാനിവിടെ വരികയോ ആരെയെങ്കിലും വിളിക്കുകയോ വേറെ ഏതെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ? പകരം അയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ മിനിയാന്ന് എൻ്റെ പെങ്ങളെ കുട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് യാത്രയിലായി പോയി. ഇപ്പം ഇയാൾ പറയാം, എൻ്റെ പെങ്ങളെ കുട്ടിക്ക് അതിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇവിടെ ഏൽപ്പിച്ചപ്പെട്ട പണിയെടുത്തോളണം. അതല്ല നേതാവ്. നേതാവ് എന്താണ്? ഓ അങ്ങനെ സംഭവിച്ചോ, സാരമില്ല, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഇത് പറയുന്നതിൻ്റെ അർത്ഥം ഏത് അരുതായ്മകൾ നടന്നാലും ആ അരുതായ്മയൊക്കെ ഇരുന്നോട്ടെ അല്ല. എൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി ഞാൻ നിർവഹിക്കുന്നതോടൊപ്പം മേലോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട അളവിൽ കൃത്യമായ വിവരങ്ങൾ മേലോട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിലൊന്നൊരിക്കലും യാതൊരു വിധത്തിലുള്ള അവധാനതയും കാണിക്കേണ്ടതില്ല. അതിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം. അത് വെറുപ്പല്ല, വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ പകയില്ലാതെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യും. ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ എൻ്റേതു കൂടിയാണ്, ഈ വിഷയങ്ങൾ നടക്കേണ്ടത് എൻ്റെ കൂടി പ്രവർത്തന ഫലമായാണ് എന്ന് ചിന്തിക്കുന്നതാണ് നേതാവിൻ്റെ മനോഭാവം. അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റിൽപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നടക്കാത്തത് എൻ്റെയും കൂടി കുറ്റാണ്. ഈ വാക്ക് കഴിയുന്നതും എടുത്തു മാറ്റേണ്ടതാണ് ആ ഡിക്ഷണറിയിൽ നിന്ന്. പകരം അത് ഞാൻ മുഖേന നടക്കണം, അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യാനും ഞാൻ സന്നദ്ധമാണ്, ഇനി എന്ത് ചെയ്യണം. ഇത് തൻ്റെ താഴെ ഘടകത്തിലുള്ള ആളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? മേലെ ഘടകത്തിലുള്ള ആളോട് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഈ മനോഭാവമാണ് ഒരു നേതാവിൻ്റെ മനോഭാവം. ഇതിന് പറയേണ്ട പേരാണ്, ഇതിന് പറയേണ്ട പദപ്രയോഗമാണ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം അത് തൻ്റെ അഭിസംബോധിതനും മനസ്സിലാകണമെങ്കിൽ അവിടെ ഒരു ബേസിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായൊരു ഫിലോസഫിയാണ് ദ മീനിങ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് റെസ്പോൺസ് യു ഗെറ്റ്. നിങ്ങളൊരു ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്, അതാണ് ആ കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നീ ജമാഅത്തിന് പങ്കെടുക്കണം കേട്ടോ പള്ളിയിൽ, ഞാനിപ്പോൾ പോവുകയാണ്. അവൻ അന്ന് ജമാഅത്തിന് പങ്കെടുത്തില്ല. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൃത്യമാണോ അല്ല, വേറെന്തോ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? പഠിക്കണം. അത് പഠിക്കാൻ സന്നദ്ധമാകുന്നതാണ് ഒരു നേതാവിൻ്റെ ആശയവിനിമയ രീതി. ഞാൻ എൻ്റെ മോനെ വിളിച്ചു ചോദിച്ചു, മോനെ നീ ഞാനിങ്ങനെ പോകുമ്പോൾ പറഞ്ഞിരുന്നു, നീ പങ്കെടുത്തിട്ടില്ല, ജനവാദത്തിന് പങ്കെടുത്തിട്ടില്ലല്ലോ, എന്തു പറ്റി? എന്നോട് മറന്നുപോയതാ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ജമാഅത്തിന് എന്ത് ചെയ്യണം? അതിലേക്ക് പോകണം. ആശയവിനിമയം നടത്തുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക് പോകണം. ഇപ്പോൾ എപ്പോഴും തൻ്റെ അഭിസംബോധിതരെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങളൊക്കെ മദ്രസ
അധ്യാപനം നടത്തിയവരാണ്, നല്ലോണം തൊള്ളിട്ട് മെനക്കെട്ടവരാണ്. ഇതിൽ സുമാർ എത്ര പേരുണ്ടാവും? 55 പേരുണ്ടാവും. ഈ 55 പേരിൽ ഇപ്പോൾ 3 പേർക്ക് ഉറക്കം തൂക്കുന്നുണ്ട് ഓൾറെഡി. ഈ 3 പേർക്ക് ഉറക്കം തൂക്കുന്നതിൻ്റെ പേരിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവർക്കും കൂടി ഉറക്കം തൂക്കാതിരിക്കാനുള്ള വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യണം. അല്ലെങ്കിൽ എന്തു വേണം? സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഒരു 55 ആളുണ്ടാവുമ്പോൾ ഒരാൾക്ക് ഉറക്കം തൂക്കുക എന്നുള്ളത് അതൊരു സ്വാഭാവികമാണെന്ന് ഞാൻ ഉൾക്കൊള്ളണം. പകരം എന്ത് ചെയ്യരുത്? അല്ല ഉസ്താദെ ഇതെന്താ പരിപാടി എന്ന് ചോദിച്ച് ഈ 55 ആളുടെ ഇടയിൽ അയാളെ വഷളാക്കരുത്. അയാളുടെ വഷളാക്കുന്നത് നല്ല രീതിയല്ല. ഇത് ഒരാശയവിനിമയ രീതിയാണ്. ഒരു നേതാവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ അഭിസംബോധിതന് ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. വേണ്ടേ? ഉറക്കം തൂക്കുന്നവർ ഇനി ആരുണ്ടോ? പോയിലുസേ, ഉറക്കം തൂക്കുമ്പോഴേക്ക് എന്ത് ചെയ്യരുത്? അയാളെ വഷളാക്കാൻ എന്തുണ്ട് വഴി? കാരണം ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അയാൾ ഇരിക്കുകയാണല്ലോ, ബലം എനിക്കാണല്ലോ. അത് നല്ല രീതിയല്ല. വേദനിക്കാൻ പാടില്ല. ആശയവിനിമയം നടത്തുമ്പോൾ തൻ്റെ അഭിസംബോധിതനെ വേദനിപ്പിക്കാതെ ആശയം പങ്കുവെക്കുക എന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പറയുമ്പോൾ പോസിറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞു, നാം 55 പേര് അൽഹംദുലില്ലാ, ഇത്രയും പേര് രാവിലെ എഴുന്നേറ്റ് ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് പലരും ഈ ദീനി ഇൽമു പഠിപ്പിച്ചത്. ആ ഇൽമു പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും വലിയൊരു ദീനി ഖിദ്മത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചിരുന്നു. ഇതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തന്ന വലിയ തൗഫീഖാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ അത് പറയലാണ് പോസിറ്റീവ്. പകരം ഇതാ നമ്മളൊക്കെ ഉറങ്ങിയാൽ എത്ര മദ്രസയാണ് ഉറങ്ങുന്നതെന്നറിയോ? നമ്മൾ ഉറങ്ങിയാൽ ഇത് എത്ര മദ്രസയാണ് നിങ്ങളെ പിന്നിൽ ഉറങ്ങുന്നതെന്നറിയോ എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുക? വല്ല സുഖം ഉണ്ടാവും? ഉള്ള സുഖം കൂടെ പോകും. ആ പോയ ഉറക്കം കൂടെ തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. അവിടെ എപ്പോഴും നല്ലത് പോസിറ്റീവ് ലാംഗ്വേജ്, ഗുണകരമായ ഭാഷ. അതുപോലെ വളഞ്ഞു പറയാതിരിക്കുക. വളഞ്ഞു പറയുന്നതിൻ്റെ ഭാഗമാണ് സതേ ഇതാ പരിപാടി, എന്താ പറയേണ്ടത്? സത് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ ചോദിക്കുകയാണ് ഇതെന്താ പരിപാടി? ആ ചോദ്യം തന്നെ ഇൻസൾട്ടിങ് ആണ്. വളഞ്ഞ ഭാഷയാണ്. വളഞ്ഞ ഭാഷയല്ല, നേരെ ഡയറക്റ്റ് ഫോം. ഇൻഡയറക്റ്റ് ഫോം ഉപയോഗിക്കരുത്. വളഞ്ഞ ഭാഷകൾക്ക് പകരം നേരെ പറയുക. പലപ്പോഴും നമ്മുടെ ആശയവിനിമയ രീതിയിലെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ, ദീനിൻ്റെ ഇൽമ് എത്തിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഈ നല്ല ഭാഷ എന്നത്. കുട്ടികളോട് നിസ്കരിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടല്ല നിസ്കാരം പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്താ മനസ്സിലാകാന്നറിയാം? അള്ളാഹ്ക്ക് എന്തോ കിട്ടാനുണ്ട് നിങ്ങളെ നിസ്കാരം കൊണ്ടെന്നാണ് അവർക്ക് മനസ്സിലാകുക. ഒരു സുഖം ഉണ്ടാവില്ല നിസ്കരിക്കാൻ. ഒരു ദിവസം എഞ്ചിനീയറായ ഒരു ചെറുപ്പക്കാരൻ വിദേശ രാജ്യത്ത് നിന്ന് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ എന്താണ് അവൻ്റെ മാറ്റർ? വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. ഞാൻ ചോദിച്ചു എന്താ സീരിയസ് ആയ മാറ്റർ? സോ അതെ, എൻ്റെ ഈമാനിനെ ബാധിക്കുന്നൊരു വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് വേണം. ഞാൻ ചോദിച്ചു എന്താ? നിസ്കാരത്തോട് ഭയങ്കര വെറുപ്പ്. അപ്പം എനിക്കും മനസ്സിലായി അത് സീരിയസ് ആണല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട മാറ്ററാണ്. പിന്നെ ഇത് കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു പോയി. ഇപ്പം എന്താണ് അദ്ദേഹം അങ്ങനെ ആകാണ്ടായ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിസ്കാരത്തെക്കുറിച്ച് ആകെ അറിയാവുന്നത് ഭയങ്കര ശിക്ഷ. നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യം ഒന്ന് ശിക്ഷ. ഇത്ര 1000 വർഷം നരകത്തിൽ കിടക്കുന്ന ഭയങ്കര ശിക്ഷ. പിന്നൊന്ന് ഇപ്പോൾ വുളൂയിൽ ഒരു രോമം വിട്ടുപോയാൽ ഇങ്ങനെ ശിക്ഷ. അപ്പോൾ ആകെ അറിയാവുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ശിക്ഷയും ഭീഷണിയും മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പം നിസ്കാരം ഭയങ്കര അസ്വസ്ഥമായി മാറിത്തുടങ്ങി. ആശയവിനിമയം പിഴക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ മർമ്മം മനസ്സിലായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, ഒരു 5 മിനിറ്റ്. ഇത് കേട്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു നോക്ക്. എന്താ? ഒന്ന്, നിസ്കാരം എന്നതൊരു അനുഗ്രഹീതമായ ഒരു ഗിഫ്റ്റാണ്, അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ്. മൂമിനായ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് നിസ്കാരം. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, ഇല്ലേ? ശരിയല്ലേ? നിസ്കാരം മിഅ്റാജുൽ മുഅ്മിനാണെന്നല്ലേ? അപ്പോൾ ഒരു സമ്മാനമാണത്, വലിയൊരു ഗിഫ്റ്റഡ് മൊമെൻ്റാണ്.
2, നിസ്കാരം ഒരുപാട് ഭൗതിക നേട്ടങ്ങളും കൂടെ ഉള്ളതാണ്. ആത്മീയ നേട്ടമുണ്ട്, ഭൗതിക നേട്ടമുണ്ട്. നമുക്കൊരു സമ്മാനം പോലെയാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നിസ്കാരം നൽകുന്ന സമയവും അങ്ങനെയാണ്. ഒരു വല്ലാത്തൊരു ഘട്ടം, ആമുൽ ഹുസ്ൻ എന്നറിയപ്പെട്ട ഒരു വർഷം, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷദായകമായ ഒരു സമ്മാനമായിട്ട് അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറയുന്ന അനുഗ്രഹീതമായ, വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു സുഖാനുഭൂതിയെ, വലിയൊരു മഹത്വത്തെ അള്ളാഹു നൽകിയ ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ഒരു മൗഖിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. മിഅ്റാജ്, ഇസ്രാ. അപ്പോൾ ഈ നിസ്കാരം ഭയങ്കര സംഭവമാണ്. ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ട് ഈ കുറഞ്ഞ വാക്കുകൾ. ഇത് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ നിസ്കാരത്തിന് നിനക്ക് പ്രയാസം ഉണ്ടാവും? 2-3 സെക്കൻഡ് അദ്ദേഹം ആലോചിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, നോ, എനിക്ക് പ്രയാസമില്ല. വുളൂവിനെ കുറിച്ച് ഞാൻ അതുപോലെ ഹദീസിൽ വന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ വുളൂ എടുക്കുമ്പോഴുള്ള നേട്ടത്തെക്കുറിച്ച് പറഞ്ഞ 2-3 കലിമത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇനി വുളൂവിന് പ്രയാസം ഉണ്ടാവോ? ഇല്ല. നിങ്ങൾ തിരിച്ചു പോയിക്കൂടെ? ഓ, തീർന്ന്. അദ്ദേഹം തിരിച്ചുപോയി. പ്രശ്നം അവസാനിച്ചു. ഇന്നലെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ഒരു ഹിഫ്ളുൽ ഖുർആനിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും കൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ അടുത്ത് വന്നു. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ, അദ്ദേഹം വളരെ ദൂരെ നിന്നായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങളെ അടുത്ത് ഒരുപാട് വലിയ നല്ല സൈക്കോളജിസ്റ്റുകൾ കാണും, അവരെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ തന്നെ ഗുരുനാഥന്മാരെയോ നിങ്ങൾ കണ്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞാൽ തന്നെ ഈ പ്രശ്നം തീരും. പക്ഷെ അവർ നമ്മുടെ സംവിധാനത്തിലെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ട് അവർ വന്നു. അവർ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ വിളിച്ച കുട്ടിയാണ് ഇതെന്ന്, ആ വിളിച്ച രക്ഷിതാവാണിതെന്ന്. ഈ കുട്ടി എന്താണ് പ്രശ്നം? ആ സ്ഥാപനത്തിലേക്ക് പോകാൻ സന്നദ്ധമാകുന്നില്ല. അടിസ്ഥാനപരമായി ഈ കുട്ടി സോഫ്റ്റാണ്, ലുത്തുഫിൻ്റെ ഒരു കയ്യും കാലും വെച്ചൊരു രൂപമാണ് ഈ കുട്ടി. നല്ലൊരു പൊന്നുമോൻ ആണ്. ഈ കുട്ടിക്ക് എങ്ങനെയാണ് സ്ഥാപനം ഒരു പ്രശ്നമായി മാറിയതെന്നറിയാം. ഈ കുട്ടി കുറേ ഹിഫ്ള് പഠിച്ചത്, അപ്പോൾ ഒരു ദിവസം ഒരു പേജൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ ഈ കുട്ടി പലപ്പോഴും 2 പേജും ചിലപ്പോൾ 3 പേജും ഒക്കെ പഠിച്ച ദിവസമുണ്ട്. ആ കുട്ടി കാരണം പറഞ്ഞാൽ എന്താ അറിയോ? എൻ്റെ ഉസ്താദ് എന്നോട് 1 പേജ് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 പേജ് ഓതി കൊടുക്കുമ്പോൾ ആ ഉസ്താദിന് എന്നോടുണ്ടാകുന്ന ഒരു സന്തോഷം, അതെനിക്ക് ഭയങ്കര ഒരു ആനന്ദമായിരുന്നു. ഈ പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ, എൻ്റെ ഉസ്താദിന് എന്നോട് ഇഷ്ടമുണ്ടാകും, എന്നോട് സന്തോഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചത്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ആരെങ്കിലും കളിയാക്കുകയോ കുറ്റം പറയുകയോ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ എനിക്ക് വല്ലാതെ അസ്വസ്ഥമാകും, ഭയങ്കര അസ്വസ്ഥമായിരിക്കും. ആരെങ്കിലും എന്നെ ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാക്കുക, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ഭയങ്കര പ്രയാസമാകും. ഇനി എവിടെയെങ്കിലും ഒരു ഭീഷണിയോ അതുപോലെ ഒരു അനർത്ഥമോ തല്ലുകൂടലോ എന്തെങ്കിലും കണ്ടാലും എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. ഞാൻ ഈ അസ്വസ്ഥതയൊക്കെ പലപ്പോഴും ഉസ്താദിനോട് പറയുമായിരുന്നു. എനിക്ക് പല്ലുവേദന ഉണ്ടായി. പല്ലുവേദന ഉണ്ടായപ്പോൾ 2 ദിവസം ഞാൻ സഹിച്ചു. കാരണം ഉസ്താദിന് എന്നെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകണ്ട. തീരെ സഹിക്ക വയ്യാതായപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് എന്നോട് പറഞ്ഞു, പെയിൻ കില്ലർ ഗുളിക കുടിച്ചാൽ മതി. അതിന് നിവൃത്തികേട് കൊണ്ട് ഞാൻ അത് കുടിച്ചു. 2ാം ദിവസം പറഞ്ഞപ്പോൾ അന്നും കുടിക്കാൻ പറഞ്ഞു. 3ാം ദിവസവും 7ാം ദിവസം വരെയും അങ്ങനെ കുടിക്കാൻ പറഞ്ഞു. എനിക്ക് പിന്നെ എല്ലാം കൂടെ എനിക്കറിയാം, പെയിൻ ചെറിയ കുഞ്ഞാണ്, എനിക്കറിയാം പെയിൻ കില്ലർ ഭയങ്കര ദോഷമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഉസ്താദ് പറയുമ്പോൾ അതിനനുസരിക്കാന്നുള്ളതിലേക്ക് ഞാനത് ചെയ്തു. പക്ഷേ എൻ്റെ അസ്വസ്ഥത വല്ലാതെ ഇങ്ങനെ കൂടി വരികയാണ്. ഇങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് ഉമ്മയോട് വരാൻ പറഞ്ഞു. ഉമ്മാനോട് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മയോട് എന്തുമാത്രം പറഞ്ഞു എന്നറിയോ? എനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ട് എന്നത് പറയാൻ വേണ്ടി മാത്രം വിളിച്ചാണ്. ആരെപ്പറ്റി ഒരു കുറ്റവും ഈ കുട്ടി ഉമ്മയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉസ്താദ് എന്ത് മനസ്സിലാക്കി? എന്നെക്കുറിച്ച് പരാതി ഉമ്മയോട് പറയാനാണ് ഈ കുട്ടി ഉമ്മയെ വരുത്തിച്ചത്, പറഞ്ഞത് എന്ന് ധരിച്ചു. ഉദാഹരണത്തിന്, നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ താഴെ നിലയിൽ അവിടെ കുട്ടിയും ഉമ്മയും സംസാരിക്കുന്നത് നമുക്ക് കാണാം, പക്ഷെ കേൾക്കാവതല്ല. ഈ കേട്ട ഞാൻ ഈ കുട്ടിയോട് പറയാണ്, ഉസ്താദ് എന്ന നിലക്ക് പറയാണ്, നിന്റെ ഉമ്മാനോട് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ സത്യത്തിൽ ഈ കുട്ടിക്കറിയാം ഞാനൊരു നെഗറ്റീവ് എൻ്റെ ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കുട്ടിക്കത് വീണ്ടും അസ്വസ്ഥതയായി. എന്തുകൊണ്ടാ? ഞാനൊരു അനാവശ്യവും പറയാതെ നീ ഉമ്മാനോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഈ ഉസ്താദിനെ എങ്ങനെയാ വിശ്വസിക്കുക? ഇത് കുട്ടിക്ക് വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കി.
ഈ കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്നെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും ദിവസങ്ങൾ വൈകിയാൽ ഒന്നുകിൽ നിങ്ങൾ എന്നെ ജീവനോടെ കാണൂല, അതല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടിപ്പോകും. അപ്പോൾ ഈ രക്ഷിതാവ് ഈ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഞാൻ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകട്ടെ? അപ്പോൾ ഉസ്താദ് സമ്മതിച്ചില്ല. ഉസ്താദ് വലിയ ഉസ്താദിൻ്റെ അടുത്തേക്ക് അയച്ചു. വലിയ ഉസ്താദ് അടുത്തൊരു സ്ഥലത്ത് ഒരു വീട്ടിലോ മറ്റോ ആണെന്ന് സങ്കല്പിക്കുക. അവിടെ ചെന്നപ്പോൾ ഈ വലിയ ഉസ്താദ് ഈ കുട്ടിയോട് എന്താണ് നിന്റെ പ്രശ്നം, കുട്ടിയുടെ പേര് വിളിച്ചിട്ട് ചോദിച്ചു. കുട്ടി പറയാണ്, ആ വിളിയിൽ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കഠിനമായ എല്ലാം ആ വിളിയിലുണ്ടായിരുന്നു. ആ വിളിയിൽ എന്തുണ്ട്? സഹിക്കാനാകുന്നതിൻ്റെ അപ്പുറമുള്ള എല്ലോ അതിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിന്റെ മേത്തൊരു ശൈത്താനുണ്ട്, ഈ ശൈത്താൻ എനിക്ക് ഇറക്കാൻ എനിക്ക് അറിയട്ടോ. ഈ കുട്ടി പറയാണ്, സതഞ്ഞിനി ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്ന് മാത്രമല്ല, ലാസ്റ്റ് ഈ കുട്ടിയോട് പറഞ്ഞു, നീ അങ്ങോട്ട് വാ, സ്ഥാപനത്തിലേക്ക് വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുകൂടി പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്ക് കഴിയുന്നില്ല പൊറുക്കാനും സഹിക്കാനും, ഞാൻ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആശയവിനിമയത്തിൽ ഇദ്ദേഹം കരുതുന്നത് ഇങ്ങനെ പറഞ്ഞാലാണ് ഈ കുട്ടി ശരിപ്പെടുക എന്നാണ് കരുതുന്നത്. അത് പ്രാകൃതമാണ്, പ്രാചീനമാണ്, ശിലായുഗത്തിലെ പോലും ഉപയോഗിക്കപ്പെടാത്ത, ഒരിക്കലും നല്ലതല്ലാത്ത ലാംഗ്വേജാണ്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്ക്. ആശയവിനിമയം അതെപ്പോഴും ക്ലാരിറ്റി ഉള്ളത്, സത്യസന്ധതയുള്ളത്, ഊഹാപോഹം വെച്ചോ വളഞ്ഞ വഴിയിൽ സാമർഥ്യം ഉപയോഗിച്ചോ ആശയവിനിമയം നടത്തുന്നത് നേതാവിൻ്റെ രീതിയല്ല. നേതാവ് എപ്പോഴും സത്യസന്ധനായിരിക്കണം. പ്രത്യേകിച്ച് മിൻഹൈസുൽ മുഅല്ലിം, ആസ് എ ടീച്ചർ എപ്പോഴും സത്യസന്ധത നിറഞ്ഞതായിരിക്കണം. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് ആ ഭാഗം പിന്മാറാം. നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വല്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കണം. ഇല്ലല്ലോ. ഒരിക്കലും ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, അരമണിക്കൂറിനുള്ളിൽ ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ എൻ്റെ മകന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മകനൊരു പനി വന്നു. പനി വന്നപ്പോൾ നല്ല കലശലായ പനി, തളർന്നു പോകുന്ന പനി. ഡോക്ടറെ കാണിച്ചു. നല്ല റെസ്റ്റ് വേണം, അനങ്ങാത്ത റെസ്റ്റ് വേണമെന്ന് പറയാനില്ല, കാരണം എഴുന്നേറ്റിരിക്കാൻ പോലും വഴിയാത്ത വിധം ശിയാവലംബിയായി പോകും വിധമുള്ള പനി വന്നു. അങ്ങനെ ആ പനി ഇച്ചിരി ഒന്ന് ആശ്വാസമായി ബോധം തെളിഞ്ഞപ്പോൾ മോൻ എന്നോട് ചോദിച്ചു, പാപ്പ നമ്മൾ ഉസ്താദ് എന്നെ കാണാൻ വരൂലേ? ഇത് 2-3 തവണ ചോദിച്ചപ്പോൾ ഈ വാപ്പ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഉസ്താദിന് എന്നെ ഇഷ്ടമാണ്, ഉസ്താദിന് എന്നെ ഇഷ്ടമാണ്. നല്ലൊരു പൊന്നുമോൻ, അനാവശ്യ അസഭ്യം പറയൂല, തല്ലുക കുലുമാല് കേസിനൊന്നും പോകൂല, അങ്ങനത്തെ ഒരു മോനാണ്. അപ്പം ഈ മോനോട് ഉസ്താദ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ നല്ല മോനാണ് എന്ന പദപ്രയോഗം ക്ലാസ്സിൽ വെച്ച് നടത്തുമ്പോൾ ഈ കുട്ടി കരുതി ഉസ്താദിന് എന്നെ ഇഷ്ടമാണ്. ഉസ്താദ് എന്തിനു മാത്രം പറഞ്ഞതാണ്? കുട്ടിയെ ഒരു അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ്. അവസാനം പനി മാറി. ഈ ഉസ്താദിനെ ഈ വാപ്പ വിളിച്ചു, ഉസ്താദ് എപ്പോഴെങ്കിലും ഈ വഴിക്കങ്ങ് പോകുമ്പോൾ ഒന്ന് കയറിയ സന്തോഷമായിരുന്നു. കുട്ടി ഇടക്കിടക്കൊക്കെ ഉസ്താദിനെ ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ ഒരു ആശ പറഞ്ഞതാണ്. അത് കഴിഞ്ഞു, പനി മാറി. സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോകാൻ ഈ കുട്ടിക്ക് ഭയങ്കര മടി. എന്താ? അല്ലെങ്കിലും ഞാനിങ്ങനെ കിടന്നു പോയിട്ട് എന്നെ കാണാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ഇഷ്ടമുള്ള എൻ്റെ ഉസ്താദ് വന്നില്ലല്ലോ. അങ്ങനെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഇയാൾ നിർബന്ധപൂർവ്വം കുട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒന്ന് കുട്ടിയോട് എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ഒന്ന് ചോദിച്ചു, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണേ. കാരണം കുട്ടിക്ക് ഭയങ്കര ഒരു നോവ്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നുള്ളൊരു നോവ്. ഇത് പറഞ്ഞപ്പോൾ ഈ ഉസ്താദിന് അത് കോംപ്ലക്സ് കയറി. ഈ ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയും? ക്ലാസ്സിലെ 35 കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട്, നീ എന്നോട് പറയാൻ അത്രമാത്രം നീ വളർന്നടാ, നീ ആരാ? ഇപ്പം തന്നെ നീ ഇങ്ങനെയായാൽ ഭാവിയിൽ നീ ആരായിരിക്കും? ഈ കുട്ടിക്ക് ഇത് തീരെ മനസ്സിലാകുന്നില്ല. ഞാൻ എന്താണ് ചെയ്ത തെറ്റ്, എന്താണ് ഞാൻ ഒരു അപരാധമായി പറഞ്ഞത്? ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടി ആകെ എന്ത് ചെയ്തതാണ് ഈ ഒരു അഭിലാഷം പറഞ്ഞത്? വാപ്പ എന്തു പറഞ്ഞു? ഒന്ന് എന്തൊക്കെയായി വിശേഷം എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ കുട്ടിക്ക് റാഹത്താവുമല്ലോ എന്ന് പറഞ്ഞതാണ്. അത് ഈ ഉസ്താദിന് കോംപ്ലക്സ് ആയി. അതോടുകൂടെ അവസാനം എന്ത് സംഭവിച്ചു എന്നറിയാം? കുട്ടിക്ക് പിന്നെ ആ ക്യാമ്പസിലേക്ക് പോകാനേ പറ്റാത്ത വിധം കുട്ടി തകർന്നു. അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു പോയി.
എവിടെയാ വിഷയം? സ്നേഹം മനസ്സിൽ ഉണ്ടാകണം. ഒരു മുഅല്ലിമാണെങ്കിൽ ആ മുഅല്ലിം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ അധ്യാപകന്റെ പിന്തലമുറക്കാരനാണെങ്കിൽ തൻ്റെ കുട്ടിയോട് ഇഷ്ടം വേണം, തൻ്റെ കുട്ടിയോട് സ്നേഹം വേണം. എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കുട്ടികളെ കാണുമ്പോൾ അവരോടുള്ള സ്നേഹം എൻ്റെ കൽബിൽ ഉണ്ടാകണം. ഉണ്ടായിട്ട് ആ സ്നേഹം പങ്കുവെക്കണം. ഇല്ലാത്ത സ്നേഹം പങ്കുവെക്കരുത്, അതൊരു മോശമാണ്. സ്നേഹമില്ലാതെ സ്നേഹമുണ്ടെന്ന് പറയണ്ട. സ്നേഹം ഉണ്ടാകാൻ തടസ്സമൊന്നും ഇല്ലല്ലോ. കാരണം ഇവർ ഇൽമ് തേടി വന്നവരല്ലേ, അറിവ് തേടി വന്നവരല്ലേ. അവരെ സ്നേഹിക്കുന്നതിന് എന്താ തടസ്സം? അവരെൻ്റെ പ്രിയപ്പെട്ട മക്കൾ. മനസ്സ് ശുദ്ധമാണെങ്കിൽ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആ സ്നേഹം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളെ ഗുരുനാഥന്മാരെയൊക്കെ കണ്ടൊന്ന് മന്ദിരിപ്പിക്കുകയോ ഉപദേശമൊക്കെ തേടിയിട്ട് നസീഹത്തൊക്കെ വാങ്ങിയിട്ട് ഒന്നും കൂടി ഇവിടെ ശുദ്ധിയാക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധമായ ആശയവിനിമയം, സ്നേഹം പകർന്നു കൊടുക്കുന്ന ആശയവിനിമയം. ഒരു നേതാവാണെങ്കിൽ തൻ്റെ സഹപ്രവർത്തകനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. എന്തില്ലാതെ, ഐവത് ഇല്ലാതെ, ബദലില്ലാതെ. അവൻ എന്നോടെങ്ങനെയാ തിരിച്ച് അല്ല, അതില്ലാതെ തൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നതാണ് നേതാവ്. സ്നേഹം, ലവ് ഈസ് എ വൺ വേ പ്രോസസ്. സ്നേഹം എന്ന് പറയുന്നത് ഏകദിശാ ഒഴുക്കുള്ളതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിക്കുന്നത് എന്തിനല്ല? ഇങ്ങോട്ട് കിട്ടാനല്ല, മിൻ ഇൻദില്ലാഹി തവാബ് കിട്ടാനുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടാൻ. ഭൗതികരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം ഒരു സുഖമുള്ള വികാരമാണ്. ഈ സുഖത്തിന് വേണ്ടിയാണ് സ്നേഹിക്കേണ്ടത്. നമ്മളൊരു മനുഷ്യനുമായി മൈൻഡിനെ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയാണ്. ഒന്നുകിൽ സ്നേഹം, അല്ലെങ്കിൽ വെറുപ്പ്. വെറുപ്പിൽപ്പെട്ടതാണ് നത്തിങ്, ഒന്നുമില്ലാതിരിക്കുക. ഞാനിങ്ങനെ പരസ്പരം കണ്ടുകൂട്ടി ഞാനൊന്നുമില്ല അയാളൊന്നുമില്ല, അതൊരു വെറുപ്പിൻ്റെ ഭാഷയാണ്, സുഹ്രിയത്തിൻ്റെ ഭാഷയാണ്, നിന്ദിക്കലിൻ്റെ ഭാഷയാണ്. പരസ്പരം ഒരുമിച്ച് കൂടിയിട്ട് മുഖം കൊടുക്കാതിരിക്കുക. ഒരു മദ്രസയിൽ 10 ഉസ്താദുമാരുണ്ടായിട്ട് അവർ പരസ്പരം മുഖം നോക്കി ചിരിച്ച് സലാം പറയുന്നില്ലെങ്കിൽ ആ മദ്രസയിൽ പ്രശ്നമുണ്ടാകാൻ വേറൊന്നും വേണ്ട. ഒരു മഹല്ല്, ഒരു മദ്രസ, ഒരു വീട്, എവിടെയൊക്കെ പ്രശ്നം സങ്കീർണമാണോ നിങ്ങൾ അവിടെ ഒന്ന് പോയി പഠിച്ചു നോക്ക്. ആ സ്ഥലത്തെ മെമ്പേഴ്സ് അവർ പരസ്പരം ഫേസ് ചെയ്യാറുണ്ടോ? സന്തോഷത്തോടൊന്ന് ചിരിച്ചു മുഖം കൊടുക്കാറുണ്ടോ? ഉണ്ടാകൂല. നോക്കിയാൽ മതി. അതുള്ളയിടത്ത് ഈ പ്രശ്നങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഖത്തു നോക്കി പരിഗണിച്ച് പുഞ്ചിരിക്കുക എന്ന് പറയുന്ന പെരുമാറ്റ രീതി. ആശയവിനിമയത്തിൽ ഇത് വളരെ പ്രധാനമാണ്, അത് നമുക്കുണ്ടാകണം. പിന്നൊന്നാണ് ഒരു നേതാവിന് ഡിസിപ്ലിൻ, അച്ചടക്കം. നിയമങ്ങൾ എപ്പോഴും പാലിക്കപ്പെടണം. നിയമം എന്ന് പറയുന്നത് എപ്പോഴും പാലിക്കപ്പെടാനുള്ളതാണ്. നിയമം പാലിക്കുന്നതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുക. ചിലർക്കൊക്കെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കലൊക്കെയാണ്. അങ്ങനെയല്ല. അച്ചടക്കം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തിനോട് അനുയോജ്യമായ നിയമത്തെ അനുസരിക്കലാണ്. ഇപ്പം നമ്മൾ ഉസ്താദുമാരൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ഒരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളോട് സംസാരിക്കുന്നത് അതൊരു സദസ്സിനോട് ചേരാത്ത അനുചിതമാണ്. അത് ഫോണിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളോട് ഫോണിൽ ആശയവിനിമയം നടത്തുന്നത് അത് മറ്റൊരാൾ കണ്ടാലും ഇല്ലെങ്കിലും അത് അനൗചിത്യമാണ്, നിയമലംഘനമാണ്. പുറത്തേക്കൊരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ സദസ്സ് ലീഡ് ചെയ്യുന്ന അധ്യക്ഷനോട്, ആ ഒരു ലീഡറോട് ജസ്റ്റ്, അയാൾ ചിലപ്പോൾ എൻ്റെ ശിഷ്യനായിരിക്കാം ചിലപ്പോൾ, എന്നാൽ പോലും ആ അധ്യക്ഷനോട് ഞാനൊന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ വരാട്ടോ എന്ന് സമ്മതമെടുത്ത് പോവുക എന്നത് അച്ചടക്കമാണ്. ഒരു നേതാവ് വലുപ്പച്ചെറുപ്പം നോക്കാതെ നിയമത്തനുസരിക്കണം. അതാണ് നേതാവിൻ്റെ ഗുണം. വീട്ടിലായാലും നാട്ടിലായാലും സ്ഥാപനത്തിലായാലും ഒരു നേതാവിൻ്റെ എല്ലാ സമയത്തും നിയമത്തെ അനുസരിക്കുക എന്നത് നേതാവിൻ്റെ സ്വഭാവമാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ റെയിൽ മുറിച്ച് കിടക്കരുത് എന്ന് നിയമമുണ്ടോ? എങ്കിൽ ഒരു നേതാവ് എപ്പോഴും എന്ത് ചെയ്യണം? നിയമത്തെ ഫോളോ ചെയ്യണം. അതെല്ലാവരും മുറിച്ച് കിടക്കുന്നില്ലേ? നേതാക്കൾ അങ്ങനെ ആകരുത്. ഇപ്പോൾ കേരളത്തിലൊക്കെ പലപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെ ചിലപ്പോഴൊക്കെ നെഗറ്റീവ് വരുന്നൊരു മേഖലയാണ് നേതാക്കളാണോ നിയമം ലംഘിക്കുക.
ഇപ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസം വരുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ പുതിയ പല നേതൃത്വവും പലപ്പോഴും നിയമങ്ങളെ അനുസരിക്കുന്നതിലും പരസ്പര വിമർശന ഭാഷയിലൊക്കെ ഒരു സംസ്കാരം വെച്ച് പുലർത്തും. എന്തൊരാശ്വാസമാണ് വിമർശിക്കേണ്ടതിനെ വിമർശിക്കുമ്പോഴും ഒരു സഭ്യമായ ഭാഷ ഉപയോഗിക്കുമ്പോഴേക്ക് എന്തൊരു ഭംഗിയാണത്. നിയമം, ഒരു നേതാവ് എന്ന നിലയിൽ എപ്പോഴും സന്ദർഭോചിതമായി നിയമത്തെ അനുസരിക്കുക എന്നത് ക്വാളിറ്റിയാണ്. നിയമം ലംഘിക്കുക എന്നത് കഴിവല്ല. ഇപ്പം ഞാനൊരു വലിയ ഉസ്താദാണ് എന്ന നിലക്ക് ഞാൻ ശമ്പളം വാങ്ങുമ്പോൾ ഞാൻ അവിടെ ഒപ്പം തൊടൂല, ഞാൻ പിന്നെ അവിടെ വന്നൊന്നും വാങ്ങൂല എന്ന് പറയുന്നൊരു ശൈലി അത് കഴിവല്ല, അതൊരു കഴിവുകേടാണ്. കഴിവ് എന്താണ്? എപ്പോഴും ഒരു വസ്നിനെ അംഗീകരിക്കൽ കഴിവാണ്. ഏതൊരു സംവിധാനവും നിലനിൽക്കാൻ ആവശ്യമായ സ്ട്രക്ചർ, വസ്ൻ, ആ വസ്നിന് ഫോളോ ചെയ്യുക, അതിനോട് വഴങ്ങിക്കൊടുക്കുക എന്നത് അതൊരു കഴിവാണ്. അത് നമ്മുടെ പവറാണ്. വലിയ വലിയ സ്വാലിഹ്യങ്ങളെയൊക്കെ പഠിച്ചാൽ നമുക്കത് കാണാം. അവരെപ്പോഴും നല്ല കഴിവുറ്റ, പ്രാവീണ്യമുള്ള, മനസ്സിന് നല്ല കേൾപ്പുള്ള നല്ല പണ്ഡിതന്മാരെ, നമ്മുടെ ഇമാമുമാരായ പണ്ഡിതന്മാരെ പലയിടത്തും പഠിച്ചാൽ നമുക്ക് കാണാം നിയമത്തെ ഓരോ എന്താ പറയേണ്ടത്, ഓരോ ഡോട്ട് ബൈ ഡോട്ട് അവരെന്ത് ചെയ്യും, അതിനെ അനുസരിക്കുന്നത് അതവരുടെ കഴിവാണ്, അതവരുടെ മികവാണ്. ഡിസിപ്ലിൻ അതൊരു നേതാവിൻ്റെ പ്രധാനപ്പെട്ടൊരു കഴിവാണ്. നിയമത്തെ അനുസരിക്കുക, സന്ദർഭോചിതമായ നിയമത്തെ അനുസരിക്കുക. ചില വീട്ടിലൊക്കെ ഉണ്ടാവും, വീട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ മുതിർന്നവരായാൽ നിയമമൊന്നും അനുസരിക്കാതിരിക്കുക എന്ന തോന്നൽ അതുണ്ടാക്കിയാൽ അതങ്ങനെ തന്നെ ആര് ഫോളോ ചെയ്യും? മക്കളും പിന്മുറക്കാരും ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിയമം അനുസരിക്കുക എന്നത് കഴിവാണെന്ന് തീരുമാനിക്കണം. ഞാൻ ഒരിക്കൽ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സമയമുണ്ടായിരുന്നു. ഞാനൊരു സ്കൂൾ മാനേജറായിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു 100-200 മീറ്റർ മാത്രം അകലുള്ള ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം, 2 വീലർ ഉപയോഗിച്ച് പോകണം. തലപ്പാവുണ്ട്. ഈ തലപ്പാവ് അയച്ചു വെക്കാൻ അവിടെ സ്പേസ് ഇല്ല. അയച്ചു വെച്ചാൽ രണ്ടാമത് കെട്ടാനുള്ള സമയവും പോരാ, അത്രയും അടുത്താണ്. അപ്പോൾ ഹെൽമെറ്റ് ധരിച്ചു പോകുക എന്നുള്ളത് അത്ര ഇതല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുറപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ തന്നെ വരെ ഫോൺ വന്നു. അപ്പോൾ ഇത് 2 തവണ 3 തവണ ആവർത്തിച്ച് വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ എത്തിയതിന് ശേഷം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഫോൺ വന്നു. അപ്പോൾ ഫോൺ നിരന്തരം വന്നപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു ഫോൺ, അത് കഴിഞ്ഞ് അടുത്ത നിമിഷം എത്തുമ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹം കൈ കാണിച്ചു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി സൈഡിലെടുത്ത് അദ്ദേഹത്തിൻ്റെ പോയിട്ട് ഞാൻ സംഭവം പറഞ്ഞു, ഇങ്ങനെയായിരുന്നു, മിസ്റ്റേക്കാണ്, സോറി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാധാരണക്കാരായ ഈ നാട്ടിലെ മറ്റു ജനങ്ങൾ ചെയ്യും പോലെയല്ല നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണത്, അതുകൊണ്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞു തീർത്തും അത് ശരിയാണ്. അവിടെ നമ്മൾ പിന്നെ ന്യായീകരണം പറയുന്നതിലുപരി ആദ്യം സോറി പറയൽ ഏറ്റവും നല്ലൊരു ശൈലിയാണ്. സോറി, പറ്റിയത് മിസ്റ്റേക്കാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ശരി. ആ സ്ഥാനത്ത് പിന്നെ ഞാൻ ന്യായീകരണം പറയരുത്. ഞാൻ ഉണ്ടായ സംഭവം പറയുകയും കൂടെ ഞാൻ എന്ത് പറഞ്ഞു, തികച്ചും തെറ്റാണ്, സോറി, ഇനി ഞാൻ അതിനുശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ 2 വീലർ തന്നെ ഉപയോഗിക്കൽ ഇപ്പോൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ഡിസിപ്ലിൻ, അതിൽ തെറ്റ് പറ്റൂല എന്ന് തീരുമാനിക്കേണ്ടതില്ല, പകരം തെറ്റ് പറ്റാതിരിക്കാൻ ശ്രമിക്കലാണ് ഒരു നേതാവിൻ്റെ കഴിവ്. തെറ്റ് പറ്റിയാൽ ഉടനെ അപ്പോളജീസ്, സോറി, അഫ്വൻ, എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ്, ഇന്നത് തെറ്റാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു വലിയ ആലിം, ആ ആലിമ് ഒരിക്കൽ ഒരു മുനാഫിഖായ അല്ലെങ്കിൽ ബിദഈയായ ഒരാളുടെ മയ്യത്ത് നിസ്കരിച്ചു എന്നൊരു ഇഷ്യൂ വന്നു. അങ്ങനെ ഭയങ്കര പ്രമാദമായ വിഷയമായി. അങ്ങനെ ഒരു വലിയ മുഖാമുഖം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദ്യം വന്നു. ഈ പണ്ഡിതൻ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് ചോദ്യം വന്നു, ഇതേ വിഷയം ചോദിച്ചു. അപ്പം ചോദിച്ചപ്പോൾ മറുപടി പറയുന്ന ആൾ എന്ത് പറഞ്ഞു? ഒരു ബിദഈയായ മനുഷ്യന് നമ്മൾ മുസ്ലിമീങ്ങൾ, പരമ്പരാഗതമായി സ്വഹാബത്തിനെ പിന്തുടരുന്ന മുസ്ലിമീങ്ങൾ, നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നത് അതൊരു തെറ്റായ സന്ദേശം ഉണ്ടാക്കും. ഈ ബിദഈകൾ പ്രശ്നമല്ല. ബിദഈകൾ ഭയങ്കര പ്രശ്നമാണ്, നാടിന് പ്രശ്നമാണ്, സമുദായത്തിന് പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ് ബിദഈകൾ. വല്ലാത്തൊരു മരത്തിൽ ഇത്തിക്കണ്ണി വന്നതുപോലെ, നല്ല മാങ്ങ ഉണ്ടാവുന്ന ഒരു മരത്തിൽ ഒരു ഇത്തിക്കണ്ണി ഇച്ചിരി ഉണ്ടായാൽ മതി, ഒരു കൊമ്പിലൊരു ഭാഗത്ത്,
പിന്നെ അമ്മാകെ തീരെ ഉണ്ടാകണ്ട, ആകെ നശിച്ചു. ഒരു മഹലിലൊക്കെ ഈ വിറ്റ സാധനങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് നാശം ഇങ്ങനെ വ്യാപകമായി പോകും. അപ്പോൾ അത്തരം സംഗതിയായതുകൊണ്ട് ഗൗരവം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരുമ്പോൾ ഈ പണ്ഡിതൻ ഇരിക്കുന്നുണ്ട്. ആ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ ഒരു പിതൃ സഹോദരൻ, അദ്ദേഹം വിധേയിയാണ്. അദ്ദേഹം എന്നെ കുഞ്ഞുനാൾ മുതൽ ദീർഘകാലം വളർത്തിയ ഒരാളായിരുന്നു. എൻ്റെ കരുണ കൊണ്ട് എന്നോട് അങ്ങനെ നിസ്കരിച്ചു പോയി. പക്ഷേ വിധേയിക്ക് നിസ്കരിക്കരുത് എന്നുള്ളത് ശരി തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഒരു വിധേയിക്ക് നിസ്കരിക്കരുത് എന്നുള്ളത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. അബദ്ധവശാൽ ഇത്തരം സാഹചര്യം കൊണ്ട് ഞാൻ നിസ്കരിച്ചു പോയിട്ടുണ്ട്. അന്നേ അദ്ദേഹം അത് പറഞ്ഞതോടെ ആ പ്രശ്നം തീർന്നു. അവിടെ ന്യായീകരണം ഇല്ല. എന്ത് തെറ്റ് തന്നെയാണ്. അതോടെ സദസ്സിന് നല്ല ആശ്വാസമായി. ശരിയാണ്. ഇവിടെ ഒരു നേതാവിൻ്റെ ശൈലിയാണിത്, ഡിസിപ്ലിൻ. നിയമമാണോ, ആ നിയമത്തെ ഞാനും അനുസരിക്കണം, ഞാനും അത് അനുസരിക്കുന്നു. മിസ്റ്റേക്ക് ഉണ്ടോ, മിസ്റ്റേക്ക് തിരുത്തണം. അൽ മോമിനു ഇദാ അഹ്സന ഇസ്തബശറ വഇദാ അസാ ഇസ്തഗ്ഫറ. ഒരു നന്മ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്, നീ ഒരു നന്മ ചെയ്യാൻ പറ്റിയല്ലോ. ഒരു തിന്മ ഉണ്ടായാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, സോറി, ഞാനതിന് തിന്മ തുടരുന്നില്ല. മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. നന്മ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുക, തിന്മയാണെങ്കിൽ അത് തിരുത്തുന്ന മനോഭാവം. ഇതാണ് മൂമിനായ മനുഷ്യൻ്റെ, നല്ലൊരു മനുഷ്യൻ്റെ, നല്ലൊരു പൗരൻ്റെ പൗരരീതി, ജീവിത രീതി. അതാണ്. നിയമത്തെ എപ്പോഴും ഫോളോ ചെയ്യുന്നു, ഡിസിപ്ലിൻ, അച്ചടക്കം, എല്ലാ നിയമത്തെയും അനുസരിക്കുന്നതാണ് ഒരു നേതാവിൻ്റെ നല്ല സ്വഭാവം. 5, ഗ്രൂപ്പ് തിങ്ക്. ഒരുപാട് നല്ല ആശയം ഉണ്ടാവും. നല്ല ആശയം ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകും, ചിലപ്പോൾ നമ്മുടെക്കാൾ പ്രത്യക്ഷത്തിൽ താഴെത്തട്ടിലുള്ളവരുടെ കയ്യിലുണ്ടാകും നല്ല നല്ല ആശയങ്ങൾ. ഈ നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നതാണ് ഒരു നേതാവിൻ്റെ സ്വഭാവം. ഒരു സാധു ഒരു ആശയം പറഞ്ഞപ്പോൾ അത് ക്ലിക്കാകാൻ സാധ്യതയുണ്ട്, തൽക്കാലം അവിടെ കിടക്കട്ടെ, ഒന്നും അനങ്ങണ്ട. അയാൾ ഇത് മനസ്സിൽ വെച്ചിട്ട് അടുത്ത മീറ്റിങ്ങിൽ വെച്ച് പാസ്സാക്കുകയാണ്. അതൊരു നല്ല സ്വഭാവമൊന്നുമല്ല. ചെയ്യേണ്ടത് എന്താണ്? ഒരു നല്ല ആശയം ഒരു സാധു പറഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് പറയണം. അയാൾ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു, അത് നല്ലതാണെന്ന് എനിക്കും തോന്നി, അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുമ്പോൾ ചിന്തകളെ ഗ്രൂപ്പായിട്ട് ഉപയോഗപ്പെടുത്തുന്ന മനോഭാവം. ഒരു ക്ലാസ്സിൽ നമ്മളൊരു നിയമം പറയുമ്പോൾ പോലും ഉസ്താദ് ഈ ശൈലി സ്വീകരിക്കണം. ഞാനൊക്കെ കുഞ്ഞുനാളിലെ അങ്ങനെയാണ് വളർന്നത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ആ നല്ല കാലയളവിൽ ക്ലാസ്സുകളിലാണെങ്കിലൊക്കെ എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയാം. പറയുന്ന അഭിപ്രായങ്ങളിൽ മികച്ചൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നിയാൽ അത് നടപ്പിലാക്കും. അത് ആ ആൾ പറഞ്ഞത് സെലക്ട് ചെയ്തിട്ട് നടപ്പിലാക്കും. പലപ്പോഴായിട്ട് നിരന്തരം ഞങ്ങളൊക്കെ കണ്ടു വളർന്നൊരു ശൈലിയാണത്. ഗ്രൂപ്പ് തിങ്ക്, എല്ലാവരുടെയും ചിന്തകൾ കേൾക്കുക, എല്ലാവരുടെയും ചിന്തകൾ ഉപയോഗിക്കുക. അതൊരു നല്ല ശൈലിയാണ്. വിദ്യാർത്ഥികൾക്കും കൂടെയുള്ളവർക്കും സഹപ്രവർത്തകർക്കും ഭയങ്കര വളർച്ചയുണ്ടാക്കും, നമുക്കും അത് ഭയങ്കര ഉയർച്ചയുണ്ടാക്കും. ഒരു നേതാവിൻ്റെ ശൈലിയാണ് ഗ്രൂപ്പ് തിങ്ക്. ചിന്തകളെ ഒന്നിച്ചുപയോഗപ്പെടുത്തുക, എല്ലാവരുടെ ചിന്തകളെയും ഉപയോഗപ്പെടുത്തുന്നൊരു മനോഭാവം, എല്ലാവരുടെ ചിന്തകളിലെയും പോസിറ്റിവിറ്റിയെ, നല്ല ചിന്തയെ എടുക്കുക എന്ന മനോഭാവം, അതൊരു നല്ല രീതിയാണ് ഗ്രൂപ്പ് തിങ്ക്. മറ്റൊന്നാണ് എയിം, ദിശാബോധം. ദിശാബോധം ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഒരു മദ്രസ നമ്മുടെ നാട്ടിൽ നടന്നാൽ ഈ മദ്രസയിൽ വരുന്ന 100 വിദ്യാർത്ഥികൾ, 500 വിദ്യാർത്ഥികൾ, 600 വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പാസ്സാകണം, എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകണം. ഇങ്ങനെയാകരുത്. മറിച്ച് ഒരു നാട്ടിൽ നിന്ന് 150 വിദ്യാർത്ഥികൾ ഒരു നാട്ടിൽ നിന്ന് മദ്രസയിൽ വരുന്നുണ്ടെങ്കിൽ ആ മദ്രസ കാരണം ഒരു വർഷം കൊണ്ട് ആ നാട്ടിൽ മതപരമായി എന്ത് മാറ്റമുണ്ടായി എന്ന് ഓഡിറ്റ് ചെയ്ത് അത് വിലയിരുത്തി റിസൾട്ട് കാണിക്കാൻ മദ്രസ സംവിധാനത്തിന് പറ്റണം. മദ്രസയുടെ ദിശാബോധം എന്താ? പുസ്തകങ്ങളിലെല്ലാം നിരന്തരം നമ്മൾ ദിശാബോധം അച്ചടിച്ചു വരുന്നില്ലേ, പ്രിന്റ് ചെയ്ത് വരുന്നില്ലേ? ഈ പ്രിന്റിങ്ങിലില്ലേ? നമ്മുടെ നാട്ടിലെ ഈ സമൂഹത്തിന് അവരുടെ മതബോധത്തിൽ, ആത്മീയ ബോധത്തിൽ, അവരുടെ ജീവിത വിധാനത്തിൽ മാറ്റം വരണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നാം ഈ സംവിധാനത്തിൻ്റെ യഥാർത്ഥ വിജയം നേടിയിട്ടില്ല. ഇനിയും നേടാനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനിയും നേടാനുണ്ട്. ഈ ദിശാബോധം എന്നത് എപ്പോഴും വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ സംവിധാനത്തിൽ വലിയ നേട്ടങ്ങൾ
നമ്മൾ അധ്വാനിക്കുന്ന വലിയ അധ്വാനം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ ഈ മുഅല്ലിം എന്ന് പറയുന്ന ഈ ഒരു സമൂഹം വലിയ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ത്യാഗസന്നദ്ധതയുള്ളവരും ഒരുപാട് സേവനം ചെയ്യുന്നവരുമാണ്. മറ്റുള്ള അധ്യാപക സമൂഹത്തെ ആപേക്ഷികമായി വിലയിരുത്തുകയാണെങ്കിൽ അവരെക്കാളെല്ലാം കൂടുതൽ കാര്യക്ഷമമായി സേവനം സമൂഹത്തിന് മുമ്പിൽ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ മദ്രസ മുഅല്ലിം സമൂഹം. പലപ്പോഴും മറ്റ് അധ്യാപക സമൂഹത്തിന് കിട്ടുന്ന ക്ലസ്റ്റർ സംവിധാനങ്ങളും ട്രെയിനിങ് സംവിധാനങ്ങളും ആപേക്ഷികമായി പറഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് കൃത്യമായ ഹെൽപ്പിംഗ് മോഡായിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ആപേക്ഷികമായി അവരെക്കാൾ റിസൾട്ട് കൂടുതൽ സൃഷ്ടിക്കുന്നവർ ചെറിയ സമയം കൊണ്ട് വലിയ റിസൾട്ടുകൾ സൃഷ്ടിക്കുന്നത് ഈ സമൂഹം തന്നെയാണ്. അത് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ ചലനത്തിൻ്റെ റേഷ്യോ ഖദർ, ആ ഖദർ യാഥാർത്ഥ്യമാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ ഖദർ മേലോട്ട് പോകണം, ഈ ഫ്ലോയിൽ ഒഴുകരുത്. ഈ ഫ്ലോയിൽ ഒഴുകിയാൽ അബദ്ധം വരും. മേലോട്ടൊഴുകണം. മേലോട്ടൊഴുകുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒഴുക്കായി മാറുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പരാമർശിക്കുന്നില്ല. ഞാൻ ഈ പരാമർശിക്കേണ്ട ദിശാബോധത്തെക്കുറിച്ച് മാത്രം കുറഞ്ഞ വാക്കിൽ കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം പിന്മാറാം. ഒരു മദ്രസ നമ്മുടെ നാട്ടിൽ നടന്നാൽ, ഇന്ന് നമ്മൾ നോക്കൂ, ഇത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ ഒരു പാർട്ടിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെ മുസ്ലിം ജനസംഖ്യ കൊണ്ട് സമൃദ്ധമായ നമ്മുടെ ഈ ജില്ലയിലെ മുസ്ലിം ധാരാളമുള്ള നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഒരു മഹല്ല് പള്ളിയുടെ ചാരത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ പല ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവിട്ട വലിയ ഫ്ലെക്സുകൾ ഉയരുന്നു. അതിനുവേണ്ടി രാത്രി 1 മണിയും 2 മണിയും അതിലപ്പുറവുമൊക്കെ സമയം കവർന്നെടുത്തവർ അധ്വാനിക്കുന്നു, ക്യാഷ് ചെലവഴിക്കുന്നു, ഉറക്കമിളച്ച് അധ്വാനിക്കുന്നു. ഈ അധ്വാനിച്ചതിൻ്റെ പേരിൽ നമ്മുടെ സൊസൈറ്റി എന്ത് നേടി? ഈ സൊസൈറ്റിക്ക് മാർഗനിർദ്ദേശം നൽകുന്നിടത്ത് എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്? നമ്മുടെ മുസ്ലിം സൊസൈറ്റിയുടെ 1% പോലും സത്യത്തിൽ മദ്രസയിൽ എത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. മുസ്ലിം ജനസംഖ്യയുടെ 99.9 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മദ്രസയിൽ എത്തുന്നുണ്ട്. അങ്ങനെ മദ്രസയിൽ എത്തിയിട്ട് പോലും ഇവരിൽ പ്രാക്ടിക്കൽ ഇസ്ലാം ഇംപ്ലിമെൻറ്റേഷൻ, പ്രായോഗിക ഇസ്ലാം പ്രയോഗവൽക്കരണം നമുക്ക് അസാധ്യമാകുന്നുണ്ടെങ്കിൽ ഇനിയും തിരുത്തുകൾ ആവശ്യമുണ്ട്. ഈ മക്കളെ ദീർഘമായ സമയങ്ങൾ നമ്മുടെ മുമ്പിലെത്തിയിട്ട് അവരിൽ ഒരു പ്രാക്ടിക്കലായി ഇസ്ലാമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്ത് കളയുമ്പോൾ, സ്വന്തം സമയം കളയുമ്പോൾ, സ്വന്തം നേടേണ്ട നേട്ടങ്ങൾ നേടാതിരിക്കുമ്പോൾ അതവരെ ബോധ്യമാകേണ്ടതില്ലേ? അതവരറിയേണ്ടതില്ലേ? ഇതവരെ അറിയിക്കാൻ ഡയറക്റ്റ് ഈ സൊസൈറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ സംവിധാനമല്ലേ നമ്മുടെ മദ്രസ? അതിൽ മാറ്റം വരണ്ടേ? ഞാൻ പറയുന്നു, തീർത്തും നമ്മുടെ മദ്രസ സംവിധാനം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ സൊസൈറ്റിയിൽ ഇനിയും ഇടപെടാനുണ്ട്. ഈ ഫ്ലക്സ് വെക്കുന്ന ഇവരെ ഇന്ന് ഫ്ലക്സ് വെക്കുന്നത് കണ്ട വകയിൽ നാളെ വിമർശിക്കാൻ ഇറങ്ങിയാൽ അതൊരു ബുദ്ധിപരമായ നീക്കമല്ല. നല്ലൊരു പ്രഭാഷകൻ അല്ലെങ്കിൽ നല്ലൊരു ദായി ഇതിന് സമീപിക്കേണ്ട ഒരു സമീപന രീതി എന്താ? നിങ്ങൾ ആദ്യം അവർക്കിഷ്ടമുള്ള അതിലെ ഒരു നന്മയെ അംഗീകരിക്കണം. എവറി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ. ഏതൊരു പെരുമാറ്റത്തിലും അതിൻ്റെ ബിഹൈൻഡ്, അതിൻ്റെ മാവറ, അതിൻ്റെ പിന്നിൽ ഒരു പോസിറ്റീവായ ഉദ്ദേശ്യം ഉണ്ടാകും. അതിനാദ്യം അംഗീകരിക്കണം. ഇവിടെ ഒരു ഫുട്ബോൾ തരംഗം ഇവിടെ നടക്കുന്ന സമയത്ത് അതിലൊരു പോസിറ്റീവ് ഇല്ലേ? ഉണ്ട്. ഫുട്ബോൾ എന്നത് ഒരു കായികമായ ഒരു പ്രവൃത്തിയാണ്. ഈ ഒരു ചലനം ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായ ആരോഗ്യത്തെ സഹായിക്കുന്നതാണ്, ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നതാണ്, മെൻ്റൽ ഹെൽത്തിനും ഉപകാരപ്പെടുന്നതാണ്. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. ഫുട്ബോൾ മാത്രമല്ല, ഫുട്ബോൾ എന്നത് ശാരീരികമായ ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും സഹായിക്കുന്നതാണ്. ഒന്ന് ചലിക്കുന്നത്, സന്തോഷത്തോടുകൂടെ ആ ഒരു ചലനം നടക്കുന്നത് ഡോപ്പമിൻ ഉൾപ്പെടെയുള്ള നല്ല ഹോർമോണുകൾ ബോഡിയിൽ ഉണ്ടാകാൻ സഹായിക്കും. അത് ശരിയാണ്. അതിനെന്താ വേണ്ടത്? നമ്മുടെ
സ്വത്തും നശിപ്പിക്കാതെ നമ്മൾ കളിക്കണം. അതൊരു പോസിറ്റീവാണ്. ഇത് പറഞ്ഞൊരു ഉസ്താദ് ശേഷം പറയാണ്, നാം മറ്റാർക്കോ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ വേണ്ടി നടക്കുന്നൊരു മാമാങ്കത്തെ നമ്മുടെ ക്യാഷ് ചെലവഴിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം നശിപ്പിച്ച് ഒരുപാട് 2 മണിവരെ 3 മണിവരെ ഒരു ദിവസം ഉറക്കമിളച്ചാൽ അയാൾക്ക് തൊട്ടടുത്ത പകൽ ദിവസം കാര്യക്ഷമമാവോ? ഇല്ല, നഷ്ടമുണ്ടാകും. അങ്ങനെ നഷ്ടമുണ്ടാകുന്ന സമയത്ത് ആ രാത്രി മാത്രമാണ് അയാൾക്ക് നഷ്ടമാകുന്നത്? അല്ല, അയാൾക്ക് പിറ്റേ ദിവസത്തെ പകൽ നഷ്ടമാകുന്നു. ഈ കൂട്ടായ്മയുടെ പേരിൽ ഒരു ക്ലബിൽ പോയിരുന്നാൽ അവിടെ 4 ദിക്റ് ചൊല്ലുകയാണോ ചെയ്യുക? അല്ല, ചിലപ്പോഴൊക്കെ മദ്യപാനമോ ഉൾപ്പെടെയുള്ള പലതരം അപകടങ്ങൾ വരാൻ വരെ സാധ്യതയുണ്ട്. എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവൻ ബുദ്ധിയുള്ളവരാണ്. പകരം ഇതിൽ നാശനഷ്ടമുള്ളത്, അഥവാ ഇവൻ ഫുട്ബോൾ കളിക്കുന്നുമില്ല, ക്യാഷ് ചെലവാക്കുകയും ചെയ്യുന്നു, വേറെ ആർക്കോ വേണ്ടി ഫ്ലെക്സ് കെട്ടാൻ വേണ്ടി ഉറക്കമിളക്കുന്നു, പിറ്റേ ദിവസത്തിൽ വീട്ടിൽ കലഹമാകുന്നു, ഭാര്യ ചോദിക്കുന്നു സാധനം വാങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഇയാൾ ഉറക്കത്തിലാണ്, അപ്പോൾ ഭാര്യയോട് കലഹമാകുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, നിങ്ങളെ ജീവിതം നശിപ്പിക്കുന്ന ഈ പ്രവർത്തനം വേണോ? അത് ബുദ്ധിയാണോ? അതെൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ബുദ്ധിശാലികളായ സമൂഹം ഉൾക്കൊള്ളണം എന്നൊരു പണ്ഡിതൻ മാന്യമായ ഭാഷയിൽ വളരെ സഭ്യമാർന്ന രീതിയിൽ അവരെ ഉണർത്താൻ സന്നദ്ധാണെങ്കിൽ അത് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സമൂഹത്തിന് കഴിയും. അതിന് കേൾപ്പുള്ളവരാണ് നമ്മുടെ സമൂഹം. പക്ഷേ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഉള്ള വകയിലുള്ള നന്മകൾ അംഗീകരിക്കണം. എന്നിട്ട് അവരെ സമീപിക്കാൻ കഴിയണം. അവരോട് നമുക്കൊരു കണക്ഷൻ വേണം. എന്നിട്ട് പറയണം. അപ്പം ഞാൻ പറഞ്ഞത്, എപ്പോഴും ദിശാബോധം ഉണ്ടാകണം. അതൊരു നേതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിൽ ഈ ഒരു കാഴ്ചപ്പാട്, ഒരു മദ്രസ കൃത്യമായി വിജയമാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആരോഗ്യത്തെ അത് സ്വാധീനിക്കണം, ആത്മീയതയെ അത് സ്വാധീനിക്കണം, സാമ്പത്തിക വളർച്ചയെ അത് സ്വാധീനിക്കണം, സാമൂഹിക വളർച്ചയെ അത് സ്വാധീനിക്കണം, സന്തോഷമുള്ള ഒരു സാമൂഹിക ജീവിതം നമ്മുടെ നാട്ടിൽ നട്ടു വളർത്താൻ അത് ഉപകാരപ്പെടണം. ഇത് കൃത്യമായി മെഷർമെൻ്റ് ഉണ്ടാകണം, അളന്ന് തിട്ടപ്പെടുത്തി പറയാൻ കഴിയണം. അങ്ങനെ കഴിയും എന്നതാണ് വസ്തുത. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല, അത് മറ്റൊരു സദസ്സിൽ പറയേണ്ടതാണ്. 7ാമത്തത് 6 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 7ാമത്തത് നോളേജ്. ഒരു നേതാവ് എപ്പോഴും ദിവസം ഒരു നിശ്ചിത സമയം പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതിലാവശ്യമുള്ള ഏത് മേഖല പഠിക്കാനുള്ളൊരു സന്നദ്ധത നമുക്ക് വേണം. ഏത് മേഖലയും പഠിക്കാനുള്ള സന്നദ്ധത വേണം. അതൊരു നേതാവിൻ്റെ പ്രധാന ഗുണമാണ്. അറിവൊരു ഭംഗിയാണ്. അറിവ് ഒരു ഭംഗിയാണ്. ഞാൻ ഒരു ദിവസം ഹയർ സെക്കൻഡറിയിൽ എനിക്ക് ഉത്തരവാദിത്തമുള്ളൊരു സമയം സയൻസ് ബാച്ചിൻ്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. 3 മാസത്തെ വർഷാവസാനത്തിൽ അവരെ പഠിപ്പിച്ച് പരീക്ഷയിലൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയുള്ളൊരു ക്യാമ്പ് നടക്കുമ്പോൾ പല വിഷയങ്ങളിലും അവർ നിരക്ഷരരാണ്. അവർക്ക് നൽകുന്ന ക്ലാസ്സുകൾ അവർക്ക് ഫലപ്പെടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിൽ ഒരു കുട്ടി എന്നോട് പ്രയാസം പറഞ്ഞു, കുറച്ച് കുട്ടികൾ പ്രയാസം പറഞ്ഞു. ഞാൻ സബ്ജക്റ്റ് നോക്കി, ആ സബ്ജക്റ്റിൽ അവരുടെ ചാപ്റ്റർ എടുത്തു നോക്കിയാണ്. ആ ചാപ്റ്റർ പ്രധാനപ്പെട്ടൊരു ചാപ്റ്റർ. ഇത് പഠിക്കാൻ വേണ്ടി അന്നത്തെ ആ ഏരിയയെ പരാമർശിക്കുന്ന ഒരു PhD കാരൻ്റെ ഒരു പുസ്തകം, ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു. 3 പുസ്തകം വാങ്ങിച്ചു. ആ 3 പുസ്തകവും ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. ഒരു ട്രെയിനിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുന്നൊരു യാത്രക്കിടയിൽ വായിക്കുകയായിരുന്നു. അങ്ങനെ വായിക്കാൻ വേണ്ടി തന്നെ ഞാൻ അന്ന് AC ക്ലാസ് ബുക്ക് ചെയ്തു. അതിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ച ഓരോ ഭാഗവും അതീവ ശ്രദ്ധയോടെ വായിക്കുന്നുണ്ട്. കാരണം ഈ മക്കൾക്ക് ഇതിൽ ഡൗട്ട് തീർത്തു കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നൊരു ഷാഠ്യം എനിക്കുണ്ടായിരുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കുറേ സമയം ഞാനിത് ഓരോന്നും വായിക്കുന്നു, എഴുതുന്നു, അങ്ങനെ ഓരോന്നും നോട്ട് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തോ ഒരു സംഗതിക്ക് വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉസ്താദ് ഇരിക്കുന്നു. അപ്പോൾ ഉസ്താദ് എൻ്റെ ഞെട്ടലൊക്കെ ഉസ്താദ് കൃത്യമായി കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടു എല്ലാം, ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, വായിച്ചത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ എനിക്ക് ഇങ്ങനെ ദിശാബോധം നൽകാനും പ്രഭാഷണം നടത്താനും കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അന്ന് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നത്. എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്ത ഒരു വാക്കായിരുന്നു, ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഉസ്താദിൻ്റെ വായനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ നാസ കൊണ്ടുവച്ചു കൊടുത്താൽ
നല്ല വായനയുടെ സമയത്ത് ഉച്ചവരെ ആ നാസ് അവിടെ ഇരിക്കും. പലപ്പോഴും നിസ്കാര സമയമായി ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്തു എന്ന് വിളിച്ചു പറഞ്ഞാൽ ജമാഅത്ത് പങ്കെടുത്തു, പിന്നെയും ചായ അവിടെ ഉണ്ടാവും. അടുത്ത ഊണ് കൊണ്ടുവച്ചാലും ചിലപ്പോൾ ചായ ഊണും അവിടെ ബാക്കിയുണ്ടാവും. അപ്പോൾ ശല്യം ചെയ്തിട്ടില്ലെങ്കിൽ കഴിക്കാൻ മറന്നുപോകും. അതിന് രാവ് പകല് എന്ന വ്യത്യാസവും ഇല്ല. ഒരു രാവ് പകലെന്നതിന് വ്യത്യാസമില്ല. ഇത് കണ്ടു വളർന്നതുകൊണ്ട് തന്നെ ആ വാക്ക് എന്നെ നന്നായി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താ അറിയാം? ഒരിക്കൽ CBSEയിലെ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുവരെയുള്ള ക്ലാസ് റൂമുകളിലൊക്കെ നല്ല അച്ചടക്കത്തോടെ നല്ല വേഷം ധരിച്ച് നിസ്കാരത്തിലും ഹദ്ദാദിലും ഒക്കെ കൃത്യമായി പങ്കെടുത്തിരുന്ന നമ്മുടെ മക്കൾ അവർ ഒരു 10ാം ക്ലാസ് ആയതിനു ശേഷം വല്ലാതെ അലങ്കോലപ്പെടുകയും വേഷവിധാനങ്ങളിലൊക്കെ അവർ വല്ലാതെ മോശമാവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പഠിപ്പിച്ച അധ്യാപകർക്ക് ഭയങ്കര പ്രയാസം. അവരിൽ എൻ്റെ കൂട്ടുകാർ 2 പേരൊരു ദിവസം വളരെ വിഷമത്തോടെ എൻ്റെ ഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പണി നിർത്തിയാലോ എന്ന് ആലോചിക്കുക. കാരണം ഇത്രയും വർഷം പഠിപ്പിച്ച് ഭംഗിയായി കൊണ്ടു നടന്ന് നല്ല അടുക്കിലും ചിട്ടയിലും വളർത്തിയ മക്കളെ ഈ അവസാനത്തെ 3-4 മാസമാകുമ്പോഴേക്ക് ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ എന്തിനാ നമ്മൾ അധ്വാനിച്ചത്? എന്തിനാ നമ്മൾ ഈ പണിയെടുത്തത്? വിദേശത്തോ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ഇപ്പം എനിക്കും സങ്കടമായി. ഞാനിത് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ ക്യാമ്പസ് ഫോക്കസ് ചെയ്തു. ആ ക്യാമ്പസിൽ ഇവരുടെ വ്യത്യസ്ത സമയങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ വെച്ചുകൊണ്ട് ഞാനൊരു 2 ആഴ്ചയോളം അവിടെ ചുറ്റിക്കറങ്ങി. ഞാൻ പഠിച്ചു. ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മതത്തെക്കുറിച്ച് ഭയങ്കരമായ നെഗറ്റീവ് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. കാരണം ഒരു ക്രിസ്ത്യൻ ക്യാമ്പസിലൂടെ വളർന്നു വന്നൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ഈ ഉറവിടം മനസ്സിലാക്കി. അദ്ദേഹവുമായി മക്കൾക്ക് നല്ല ബന്ധമുണ്ട്. ഈ ബന്ധത്തിലാണ് ഈ മക്കൾ പെട്ടത്. ഞാൻ കുട്ടികളെടുത്ത് നിന്ന് പഠിച്ചത് ഉറപ്പുവരുത്തി. ഇത് തന്നെയാണ് കേസെന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഊഹം പറയാൻ പാടില്ലല്ലോ. അതിനുശേഷം ഞാൻ ടാർഗറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഫിസിക്സിൽ ഒരു ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് വരികയാണ്. കുറേ സ്കൂളുകളുടെ ഒരു പ്രോഗ്രാം ഫെസ്റ്റ് വന്നു. ഒരു പ്രഭാഷണത്തിന് കുട്ടികൾക്കിട്ട വിഷയത്തിൽ ഒരു വിഷയം 1, 2, 3 കരാറായിരുന്നു. 1, 2, 3 കരാർ നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫിസിക്സ് സംബന്ധമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷയമായിരുന്നത്, ഒരു കരാറായിരുന്നത് 1, 2, 3 കരാർ. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ടോപ്പിക് ഇട്ടപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരായ 3 പേർ അവരാണ് വിഷയം കൊടുക്കേണ്ടത്. അവർക്ക് പറ്റുന്നില്ല. അവർ കൂലങ്കഷമായി ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു എന്താ വിഷയം? അവർ പറഞ്ഞു ഇങ്ങനെ ഈ മാറ്റർ ഇങ്ങനെ അവർക്ക് തന്നെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ വിവരം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വെണ്ണക്കോട് ബഷീർ സഖാഫി ഉസ്താദിൻ്റെ പുസ്തകം പ്രപഞ്ച പ്രതിഭാസങ്ങൾ എന്ന പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം അതിന് റിസോഴ്സായി ഉപയോഗിച്ച പുസ്തകങ്ങൾ അത് വാങ്ങി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനോട് ചേർന്ന് അന്ന് പത്രങ്ങളിൽ വന്ന എഡിറ്റോറിയൽ ഞാൻ നന്നായി വായിച്ചിട്ടുണ്ടായിരുന്നു. ആ എഡിറ്റോറിയൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര പോയിന്റ് വേണം? 3 പോയിന്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് 12 പോയിന്റ് എഴുതി കൊടുത്തു. അവർക്ക് ഭയങ്കര പ്രതീക്ഷയായി. തൊട്ടടുത്ത ജുമയ്ക്ക് ശേഷമുള്ള പ്രഭാഷണത്തിൽ ഞാൻ ഇതേ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു 10 മിനിറ്റ് പ്രഭാഷണം നടത്തി. സാധാരണ എല്ലാ പ്രഭാഷണങ്ങളിലും ഇരിക്കാറുള്ള ഈ ഫിസിക്സ് അധ്യാപകൻ അതിലിരുന്നു. അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാൻ സംസാരിക്കാൻ വേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് പുറമെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ എന്ന ബഷീർ ഫൈസി ഉസ്താദിൻ്റെ പുസ്തകം കൊടുത്തു. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ആ വിദ്യാർത്ഥികളെ ഒബ്സർവ് ചെയ്തു. ആ വിദ്യാർത്ഥികൾ പറഞ്ഞു സാർ ഇപ്പം നന്നായിട്ടുണ്ട്, വയല് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, കുട്ടികളുടെ എല്ലാ സ്വഭാവശുദൂഷ്യവും തീർന്നു. ഞാൻ പറഞ്ഞത് നാം അറിവ് നേടി അതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് എളുപ്പം വിജയിക്കാം. അറിവ് ശരിയാകണമെങ്കിൽ മൂർച്ച കൊണ്ട് മുറിയണം, ബലം കൊണ്ട് മുറിയരുത്. അറിവ് കൊണ്ടാണ് ആശയവിനിമയം നടത്തേണ്ടത്, അല്ലാതെ ശബ്ദം കൊണ്ട് മറികടക്കാൻ ശ്രമിക്കരുത്. ചിലരൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോഴൊക്കെ ഒച്ചയിട്ട് പ്രഭാഷണം നടത്തും. അതൊരു നല്ല കഴിവുറ്റ പ്രഭാഷകൻ്റെ ലക്ഷണമല്ല. പ്രഭാഷണം ആശയ മികവ് കൊണ്ടാണ് പ്രഭാഷണത്തെ വിളക്കിക്കൊണ്ടുവരേണ്ടത്. അതൊരു പ്രധാന ഘടകമാണ്. അറിയാത്തതിനെ അറിയില്ല എന്ന് അംഗീകരിക്കാൻ ഒരിക്കലും വിഷമം ഉണ്ടാകരുത്.
അറിയാത്തതിനെ അറിയില്ല എന്ന് പറയാൻ ഒരിക്കലും വിഷമം ഉണ്ടാകരുത്. അറിയാത്തതെന്തും പഠിക്കാനുള്ള ഒരു മനസ്സ് അതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം. അതുണ്ടെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളും എളുപ്പമാണ്. എട്ടാമത്തതാണ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം. അവസരത്തെ അവസരമായി കാണുന്നതാണ് ഒരു നേതാവിൻ്റെ സ്വഭാവം. നമുക്കൊരവസരം ലഭിക്കുമ്പോൾ ഈ അവസരത്തെ എന്തായിട്ട് കാണരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർഫെക്ഷൻ അതൊരു പോസിറ്റീവാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം നന്നാകണം, ഞാൻ പഠിപ്പിക്കുമ്പോൾ പഠനം നന്നാകണം, അതൊരു പോസിറ്റീവാണ്. അതേസമയത്ത് ഞാൻ ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ അബദ്ധവശാൽ എൻ്റെ അടുത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയി, അല്ലെങ്കിൽ വാക്കുകൾ പിഴച്ചുപോയി, അതിൻ്റെ പേരിൽ ഇനി ഞാൻ ചമ്മിപ്പോയി, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് പെർഫെക്ഷനിസമാണ്. പെർഫെക്റ്റ് ആകൽ എന്താണ്? ഞാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം ഒരു അബദ്ധം പറ്റിയാൽ നാളെ അത് പറ്റാതിരിക്കാൻ എന്താണോ വേണ്ടത് ആ പണിയെടുക്കുന്നതാണ് ഒരു നേതാവിൻ്റെ സ്വഭാവം. ഇതുപോലെ ഒരവസരം വരുമ്പോൾ ആ അവസരത്തെ അവസരമായി കാണണം, എന്ത് കാണരുത്. ഒരു നേതൃത്വം എന്ന് പറയുന്നതിനെ ആഗ്രഹിക്കരുത്, അത് നെഗറ്റീവാണ്. അതേസമയത്ത് ഒരു നേതൃത്വം വന്നുപെട്ടാൽ ആ പണി ഭംഗിയായി നിർവഹിക്കുന്നത് അത് നേതാവിൻ്റെ ഗുണമാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാനന്ന് തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അവസരത്തെ ഉൾക്കൊള്ളലല്ല, അവസരത്തെ ഉൾക്കൊള്ളണം. അവസരത്തെ ഉൾക്കൊള്ളുന്നത് ഒരു നേതാവിൻ്റെ സ്വഭാവമാണ്. ഈ അവസരം എനിക്കുള്ളതാണ്, ഈ അവസരം എനിക്കെൻ്റെ റബ്ബ് തരുന്നതാണ്, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ഒരു അത്വ ആണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ഇഖ്തിയാറാണ്, അള്ളാഹുവിൻ്റെ ഒരു സെലക്ഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പണിയെടുക്കണം, ശ്രമിക്കണം. ഇത് അവസരത്തെ ഉൾക്കൊള്ളുന്ന ഒരു നേതാവിൻ്റെ സ്വഭാവമാണ്. ഏത് അവസരങ്ങളെയും അവസരമായി കണ്ടതിനെ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വേർ ഈസ് ദ പ്രോബ്ലം ദർ ഈസ് ഇറ്റ് സൊല്യൂഷൻ. ഒരു പ്രശ്നം കാണുമ്പോൾ എല്ലാം പ്രശ്നമാണെന്ന് പറയരുത്. ഒരു പ്രശ്നം എവിടെയുണ്ടോ അവിടെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകും. ഞാനൊരു ഉദാഹരണം പറയാം. സമയം ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കും. ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു 8 മിനിറ്റ് വൈകാൻ സാധ്യതയുണ്ട്. നമ്മൾ സഹിക്കുമല്ലോ. സന്തോഷം. അതായത് അവസരത്തെ അവസരമായി കാണണം. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഒരിക്കലേ ഞാനൊരു സ്ഥലത്തൊരു യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അവളെ തീരെ കാണാൻ വയ്യ. എന്താ? അവരുടെ ബന്ധത്തിലെ ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ, ഒരു ബിരുദധാരിയായ ഒരു പണ്ഡിതൻ. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടൊരു വർഷമാകാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ് ഇയാൾ മരിച്ചുപോയത്. ഈ പെൺകുട്ടിയാണെങ്കിൽ അത്ര ചെറിയ വയസ്സേ ഉള്ളൂ, 2-3 എങ്ങാനും കുട്ടികളും ഉണ്ട്. എപ്പോഴും കരഞ്ഞിരിക്കുന്നു, കരഞ്ഞ മുഖമൊക്കെ അങ്ങനെ വീർത്തു ആകെ വയ്യാതായി കിടക്കുകയാണ് ഈ ചെറുപ്പക്കാരിയായ ഭാര്യ. സത്യത്തിൽ അവിടെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു ബുദ്ധിശാലിയായ ഒരാൾ ചെയ്യേണ്ട യഥാർത്ഥ രീതി എന്താ? ജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ മരണവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ജീവിതവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, മരണവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിൽ ജീവിതമെന്ന പ്രതിഭാസം, മരണമെന്ന പ്രതിഭാസം അതൊരു അനുഗ്രഹമാണ്. ആ പ്രതിഭാസം ആർക്ക് എങ്ങനെ സംഭവിക്കണമെന്നത് ഞാൻ ഡിസൈൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് മിസ്റ്റേക്കാണ്. അത് ഞാൻ ഡിസൈൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് മിസ്റ്റേക്കാണ്. അത് ഡിസൈൻ ചെയ്യേണ്ട ആൾ അത് ചെയ്യണമെന്ന് അംഗീകരിക്കുന്നത് ബുദ്ധിയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു നിയന്ത്രണത്തിലാണ് അതൊക്കെ നടന്നു പോകുന്നത്. ഇവിടെ എൻ്റെ ഭർത്താവ് അല്പം നേരത്തെ മരണപ്പെട്ടു പോയി. ആ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ 3 കൊച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 3 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകേണ്ടത് എങ്ങനെ, പരിരക്ഷ നൽകേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലാക്കി ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ സഹോദരി അവരെ പരിചരിക്കാൻ തുനിയാണെങ്കിൽ വലിയ അധ്വാനമൊന്നുമില്ല, ചെറിയ അധ്വാനമേ ഉള്ളൂ. ഈ ഭർത്താവ് പടച്ചവനല്ല, ഭർത്താവിനും ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവനാണ് എൻ്റെയും പടച്ചവൻ. അവൻ എനിക്കാവശ്യമുള്ള എന്തും തരാൻ ശേഷിയുള്ളവനാണ്.
ആ ശേഷിയുള്ള റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു എനിക്ക് നൽകിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവർക്ക് സ്നേഹം നൽകി, അവർക്ക് പരിരക്ഷ നൽകി, അവരുടെ ആളാകാൻ കഴിയുക എന്നത്. ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഒരു പാരൻറ്റിങ് കൃത്യമായി മനസ്സിലാക്കി ഈ 3 മക്കളുടെ കൂടെ ഈ ഭാര്യ നിൽക്കുമ്പോൾ ആ ഭാര്യ ആരായി തീരുന്നറിയോ നിങ്ങൾ? ഈ ഭർത്താവ് ഉള്ളപ്പോൾ ഈ 3 മക്കളെ പരിചരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് മഹത്വമുള്ള ഒരാളാണ് ഈ സഹോദരി. അതിനുള്ളൊരവസരമാണത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് സ്വന്തമായി ഇവരെ പരിചരിച്ചിട്ട് വലിയൊരാളാകണം എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവാണ്. മറിച്ച് അങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹത്തിന് മരണം കൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല, എനിക്കുമൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. കാരണം എന്താ? ഇവിടെ ഈ ജീവിതത്തിനുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വിസർജ്യമാകും, ആരോഗ്യം കുറച്ച് കഴിയുമ്പോൾ വാർദ്ധക്യമാകും, അതുപോലെ ലൈംഗികമായി സുഖമനുഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ അതൊരു പ്രസവമായി, പ്രസവവേദനയായി, അങ്ങനെ കുറേ സംഗതിയാകും. ഇങ്ങനെ ഈ സുഖങ്ങൾക്കെല്ലാം ഒരു മറുവശമുള്ള ഒരു ഡിസൈനാണ്, ഒരു സ്ട്രക്ചറാണ് ദുനിയാവിൻ്റെത്. ഈ ദുനിയാവിൽ സമയം എത്രയായാലും നമ്മുടേത് ഡെഡ് ലൈൻ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഉള്ള സമയം സന്തോഷിച്ച് ജീവിക്കുക. വല്ലപ്പോഴും സന്തോഷമല്ലാത്തൊരു വേദന ഉണ്ടാകുന്നുണ്ടോ? ആ വേദന കളയാൻ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് വിഷമമുണ്ട് എന്നല്ല, ആ വിഷമത്തെ ഞാൻ കളയുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിഷമമുണ്ട്, ഞാൻ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നു എന്ന് പറയാനല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആണോ? അല്ല, ഉള്ള വിഷമത്തെ കളയാനുള്ളതാണ്. ഇത് മനസ്സിലാക്കി ഈ ഓപ്പർച്യൂണിറ്റിയെ ഉൾക്കൊള്ളുന്ന സമയം ഇയാളൊരു വലിയ ആളായി മാറുകയാണ്. ഒരു നേതൃത്വം എന്നത് നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ ഇത് ഭാരമാണ്, റിസ്ക്കാണ്, ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് പറയുന്നതിന് പകരം ഇതെനിക്ക് പ്രതിഫലാർഹമാണ്, ഇതിലൂടെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ കഴിയും, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും, അതിനുവേണ്ടി ഞാൻ എന്നും പരിശ്രമിക്കും, ഈ നേട്ടങ്ങൾ ഞാൻ നേടിയെടുക്കും, ഈ അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കും എന്ന് ചിന്തിക്കുന്നത് ഒരു നേതാവിൻ്റെ സ്വഭാവമാണ്. അതൊരു നേതാവിൻ്റെ കഴിവാണ്. അവസരങ്ങളെ എപ്പോഴും അതായിട്ട് കാണണം. ഞാൻ ഇന്ന് സത്യത്തിൽ എനിക്ക് മുസ്തഫ ഹസൻ ഉസ്താദ് എനിക്കിത് അയക്കുമ്പോൾ 9 AM എന്നാണ് പ്രോഗ്രാമിൻ്റെ സമയം. ഞാൻ കറക്റ്റ് 9:05 ആ ഒരു സമയത്ത് ഇവിടെ ലാൻഡ് ചെയ്തു. സ്വാഭാവികമായും ഒരു 9:30 എല്ലാവരും എത്തൂ എന്ന് പ്രതീക്ഷിച്ചു 9 കൊടുത്തതാണ്. ഞാൻ കഴിയുന്നതും എപ്പോഴും സമയം പങ്ക്ച്വാലിറ്റി പാലിക്കാൻ ആഗ്രഹിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അതെൻ്റെ ഉസ്താദിൻ്റെ അധ്യാപനവുമാണ്. പക്ഷേ ഇവിടെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രകോപിതനാകേണ്ട കാര്യമുണ്ടോ? ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ദേഷ്യപ്പെട്ട എന്താ കാര്യം? എൻ്റെ നല്ല മുഖം വൃത്തികേടാകും, വേറെന്ത് കാര്യമുള്ളത്? ഈ ഉണ്ടായ സംഭവത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ 9 മണി ഇത്ര സമയമാകുമ്പോൾ നടക്കും, ഞാൻ അതിനനുസരിക്കുന്നു, ഞാൻ അത് അനുഭവിക്കാൻ തയ്യാറാകുന്നു. അതെനിക്ക് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയുള്ളൂ, എനിക്കത് ഗുണം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇതൊരവസരമാണ്. ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ പരിപാടി കുറച്ച് വൈകി നടത്തണം എന്നിട്ട് നല്ലൊരു ക്ഷമയുള്ള ആളാകണമെന്ന് പറയുന്നത് അതൊരു നെഗറ്റീവാണ്. പകരം എത്തിയിടത്തത് സംഭവിക്കുമ്പോൾ അതിനെ ഞാൻ ഉൾക്കൊള്ളണം, അതിനെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അവസരമായി കാണണം. ഇതെനിക്ക് ക്ഷമ ശീലിക്കാൻ, എൻ്റെ ക്ഷമയെ എനിക്ക് ഉപയോഗിക്കാനുള്ള അവസരമാണ്. അതേസമയം എന്നെക്കാൾ ജൂനിയറായ ഒരാളാണ്, അയാൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ പോകുമ്പോൾ എനിക്ക് എന്ത് പറയാം? ഉസ്താദെ, ഇവിടുന്ന് അങ്ങോട്ട് പരിപാടികൾ സംഘടിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാം. ഇവിടെ ഞാനത് പറയേണ്ടത് പോലുമില്ല. അത്തരമൊരു സാധ്യതയിൽ ഞാൻ എന്താണ് കാണേണ്ടത്? അവസരമായി കാണണം. ഒരു നേതാവ് എപ്പോഴും തൻ്റെ ഈ വക ഏത് സാഹചര്യത്തെയും അവസരമായി കാണുന്ന ആളായിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മുഷിയുന്ന, കോപിച്ച് നമ്മുടെ നില നഷ്ടപ്പെടുന്ന, നമ്മുടെ പവിത്രത നഷ്ടപ്പെടുന്ന ഒരാളാകേണ്ടതില്ല. എവിടെയും നമ്മുടെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നതാകണം നമ്മുടെ ഈ സ്ഥാനമാനങ്ങൾ ഓരോന്നും. ആ മൂല്യങ്ങൾ ആവാഹിച്ചെടുക്കാൻ, ആ മൂല്യങ്ങൾ നമ്മുടേതാക്കാൻ അതിനുള്ള അവസരമാണ് എന്ത്? ഓരോ അവസരവും, ഓരോ സമയവും അങ്ങനെയാണ്. പ്രത്യേകിച്ച് നേതാവാകുന്ന സമയത്ത് അനുയായികൾ, കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരും സമ്പൂർണ്ണരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും.
ഇപ്പം ഞാൻ ഈ പരാമർശിച്ചതുപോലും പോസിറ്റീവാണ്, ഒരിക്കലും ഞാനതിനെ നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്. നെഗറ്റീവ് ആകാൻ വേണ്ടി പറഞ്ഞതുമല്ല. അങ്ങനെ ഒരു ശൈലി ഉണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് മുക്തമാണ്. ഒരിക്കലും ഞാൻ ആ ശൈലിയുടെ വക്താവല്ല എന്നതാണ് എനിക്ക് എൻ്റെ തോന്നൽ. അങ്ങനെയാണ്, ഞാനതിന് ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ എപ്പോഴും അവസരമായിട്ട് കാണാൻ ഏത് സമയവും കൂടെയുള്ളവരെല്ലാം അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാം സമ്പൂർണ്ണരാകുക, ഒരിക്കലും നമുക്കങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകരുത്. നമ്മുടേത് എന്താണ്? ശ്രമത്തിന് ഫലം കിട്ടിയാൽ സന്തോഷിക്കുന്നു. ഫലം കിട്ടിയിട്ടില്ലെങ്കിലും നീയത്തിനനുസരിച്ച് ഫലം കിട്ടും. നമ്മുടെ നീയത്ത് റെഡിയാണ്, ഫലം കിട്ടും. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. 8ാമത്തതാണ് ഓപ്പർച്യൂണിറ്റി. 9ാമത്തതാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഒരു സത്യവിശ്വാസിയുടെ ശൈലിയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ. കോൺഫിഡൻസ് ആണത്. വ അന മിനൽ മുസ്ലിമീൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. അവിടെയാണ് തതനസ്സലു അലൈഹിം. കോൺഫിഡൻസ് ആണത്. റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഈ കോൺഫിഡൻസ് ആണ് ഒരു നേതാവിൻ്റെ ശൈലി. എപ്പോഴും ഒരു സംഗതി, ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ നമ്മളെപ്പോഴും ആ വിഷയം നടക്കും, ഞാനിതിൻ്റെ വക്താവാണ്, ഞാനിത് ചെയ്യും, ഞാനിതിൻ്റെ ആളാണ്. അവിടെ എന്ത് ചെയ്യരുത്? ഒഴിഞ്ഞു പറയുകയോ ഞാനിതിൻ്റെ ഒന്നും ആളല്ല, പെട്ടതാണ്, ഇങ്ങനെ പറയരുത്. ഞാനിതിൻ്റെ ആളാണ്, ഞാനിതിൻ്റെ ഉത്തരവാദിയാണ്, എനിക്ക് മസ്ഊലിയത്തുള്ളതാണ്, ഞാനിതിനെപ്പോഴും സന്നദ്ധനാണ്. ഇതാണ് ഒരു നേതാവിൻ്റെ മനോഭാവം. ഒരിക്കലും ഒഴിഞ്ഞു പറയരുത്. ഒഴിഞ്ഞു പറയുന്നത് ഒരു നേതാവിൻ്റെ സ്വഭാവമല്ല. കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഞാനിതിൻ്റെ വക്താവാണ്, ഞാനിതിൻ്റെ ആളാണ്. അതുപോലെ എപ്പോൾ ചിന്തിക്കുമ്പോഴും, ഇപ്പോൾ സംഘടനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും നെഗറ്റീവായിട്ട് പറയും. നെഗറ്റീവായിട്ട് പറയാന്ന് പറഞ്ഞാൽ കാലം ആകെ മോശമായിട്ടുണ്ട്, ഇപ്പോൾ ആരെയും ഒന്നിനും വിളിച്ചാൽ കിട്ടുന്നില്ല. വെറുതെ. പോസിറ്റിവിറ്റി എപ്പോഴും വേണം. പോസിറ്റിവിറ്റി എന്താ? വിളിച്ചാൽ ആരാ വരാത്തത്? നിങ്ങൾ എന്നെ വിളിച്ചു, സത്യത്തിൽ ഒരു ഫോണിലൊരു മെസ്സേജോ അങ്ങനെ ഉള്ളൂ, ഞാനിവിടെ വന്നില്ലേ, ഈ വരുന്ന ആളൊക്കെ വന്നില്ലേ? വരും. പക്ഷെ ഒരു വിളി ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത വിളി എങ്ങനെ വിളിക്കണമെന്നത് പഠിക്കണം. അതെന്ത് ചെയ്യരുത്? ഇപ്പം ആരും വിളിച്ചാൽ വരുന്നില്ല, ഒന്നിന് വിളിച്ചാലും ആരും വരൂല, വെറുതെ. പോസിറ്റിവിറ്റിയാണ് ഒരു നേതാവിൻ്റെ സ്വഭാവം. എങ്ങനെ വിളിച്ചാലാണോ വരിക അങ്ങനെ വിളിക്കണം. എങ്ങനെ വിളിച്ചാലാണോ വരിക അങ്ങനെ വിളിക്കണം. പലപ്പോഴും എന്താ പ്രശ്നം? ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ എങ്ങനെയാണ് വിളിക്കുക? ചിലരൊക്കെ മീറ്റിങ്ങിന് വിളിക്കുകയാണ്, ഇതാ ഇന്നാലിന്ന സമയം മീറ്റിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, ഉസ്താദേ എനിക്ക് അന്നൊരു വലിയ അത്യാവശ്യം ഉണ്ടല്ലോ, ലൈസൻസിൻ്റെ സമയം. നിങ്ങളൊരു ലൈസൻസ് അന്ന് നീട്ടി പിടിച്ചു കൊടുത്താൽ പോലെ അതിലും വലിയ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം എനിക്ക്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. തൻ്റെ ഒരു കൂടെ നിന്നുള്ളൊരു സഹപ്രവർത്തകനെ കേൾക്കാൻ മനസ്സില്ലാത്തൊരു നേതാവാകരുത്. അയാൾ ആ വിഷമം കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുക, അദ്ദേഹത്തിന് സാധ്യതകൾ തുറന്നു നൽകുക. ഈ ശൈലിയിൽ നാം മറ്റുള്ളവരെ കാണാൻ സന്നദ്ധമായാൽ, എവിടെയും പോസിറ്റിവിറ്റി, വിജയിക്കാനുള്ള സാധ്യത കാണുന്നൊരു മനോഭാവം അത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ വളരെ ഭംഗിയായി നമ്മുടെ സമൂഹം നമ്മുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് ഈ കാലത്ത് സംവിധാനങ്ങൾ കൂടുതലാണ്, ആൾക്കാരിൽ നന്മയും കൂടുതലാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് വെറുതെ ഒരു പരീക്ഷണാർത്ഥം ഒരാളോട് വഴി ചോദിച്ചു നോക്ക്, യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ അങ്ങോട്ടോ പോകേണ്ടത് അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോകേണ്ടത് ഒന്ന് വെറുതെ വഴി ചോദിച്ചു നോക്കും. നിങ്ങൾ എന്താ ഉണ്ടാകുക? പറഞ്ഞുതരൂലേ? എല്ലാവരും പറഞ്ഞുതരും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അധ്യാപനമാണ്. മനുഷ്യരൊക്കെ അങ്ങനെ ജനിച്ചു വീണതാണ്. എവിടുന്നോ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സ്പ്രെഡാകണ്ട. നിങ്ങൾ നന്മ പരസ്പരം പ്രചരിപ്പിക്കാൻ സന്നദ്ധമാണോ? ആൾക്കാരത് ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. നന്മ എല്ലാവർക്കും ഇഷ്ടമാണ്, സത്യം എല്ലാവർക്കും ഇഷ്ടമാണ്, കളവ് ഇഷ്ടമല്ല. എല്ലാവർക്കും പാൽ ഇഷ്ടമാണ്, മദ്യം ഇഷ്ടമല്ല, ഡ്രഗ്സ് ആർക്കും ഇഷ്ടമല്ല. അതുപോലെ ഈ മക്കൾ, ഞാൻ നേരത്തെ വേഷം പറയുമ്പോഴൊക്കെ പറഞ്ഞൊരു വിഷയമാണത്. എന്ത്? പുതിയ മക്കൾക്കൊക്കെ നന്മ ഇഷ്ടമാണ്. പക്ഷേ ഈ നന്മ അവർ തിരിച്ചറിയും വിധം അവരിൽ അത് എത്തിക്കപ്പെടണം. ഇന്ന് ധാരാളം വിദ്യാലയങ്ങളുണ്ട്, പ്രത്യേകിച്ച്
നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയാണ് സ്ത്രീകൾ. സ്ത്രീകൾ ഒരു സമൂഹത്തിൽ ദുർബലരായാൽ ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് പൂർണ്ണമായി നശിച്ചു പോകും. സ്ത്രീകൾ നന്നായി ശാക്തീകരിക്കപ്പെടണം. ഇന്ന് പുതിയ തലമുറയിൽ വിവാഹ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണോ ഭൂരിപക്ഷം, വിവാഹ ജീവിതത്തെ വെറുക്കുന്നവരോ ഭയപ്പെടുന്നവരാണോ ഭൂരിപക്ഷം? അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ മതവിദ്യാഭ്യാസം പകരുന്ന സ്ഥാപനങ്ങളിൽ പോലും ഇനിയും ഉണ്ടാകേണ്ട ഒരു മാറ്റമാണിത്. സ്വന്തം ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയാത്തവരായി നമ്മുടെ പുതിയ തലമുറ നശിച്ചു പോകരുത്. ഇതൊരു പുതിയ ഒരാശയമൊന്നുമല്ല, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം ആശയമൊന്നുമല്ല. ഞാൻ പലപ്പോഴായിട്ട് പുതിയ തലമുറയോടൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഒരു പുസ്തകം, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ ബ്രീത്ത്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതൊരു കേവലം കാറ്റായി പോകുന്നത്, അഥവാ ജീവിതം മരണമാകുന്നത് എപ്പോഴാണ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ സമ്മറി എന്താ അറിയോ? അതൊരു 2 ന്യൂറോളജിസ്റ്റ്, ഭാര്യയും ഭർത്താവിൻ്റേതുമാണ് ആ പുസ്തകം. ആ ഭർത്താവ് ന്യൂറോളജിസ്റ്റ്, ലോകപ്രശസ്തനാണ്. പക്ഷേ ദീർഘകാലം ചികിത്സിച്ച് കഴിവ് തെളിയിച്ച പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ സ്വയം ലങ്സിന് ക്യാൻസർ വന്നു, ശ്വാസകോശത്തിന് ക്യാൻസർ വന്നിട്ട് ഇനി മരണം സമീപകാലമാണ്, സമീപത്തെത്തിയിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് അദ്ദേഹം ഈ പുസ്തക രചനയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഈ കാലയളവിലാണ് ഭാര്യയുമായി ആലോചിച്ച് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞുണ്ടായ സമയമുള്ള ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം കാണാം. സത്യത്തിൽ ഞാനൊരു ഡോക്ടറാകേണ്ടിയിരുന്നത്, എനിക്കാദ്യം ഇങ്ങനൊരു കുഞ്ഞും കൂട്ടുകുടുംബവും ഉണ്ടായിട്ട് ആ കുടുംബ ജീവിതത്തിന് വേണ്ടിയായിരുന്നു ഞാനൊരു ഡോക്ടറാകേണ്ടിയിരുന്നത്. അതില്ലാത്തതിൻ്റെ ഒരു വേദന അതിമാരകമാണ്, ഒരു ശൂന്യമാണത്. പലപ്പോഴും ഇന്ന് പെൺകുട്ടികൾ പ്രൊഫഷൻ തേടി പോവുകയാണ്. നേഴ്സാകാനും ടീച്ചറാകാനും അഡ്വക്കറ്റാകാനും അക്കൗണ്ടൻ്റ് ആകാനും പോവുകയാണ്. അവർക്കിഷ്ടമായതുകൊണ്ടല്ല, എന്തിനെയോ ഭയപ്പെട്ടിട്ടാണ്. നല്ലൊരു ശതമാനം വിദ്യാർത്ഥിനികളും പറയുന്നത് എൻ്റെ ബാപ്പയെ പോലെ, അമ്മാവനെ പോലെ, കൊച്ചാപ്പയെ പോലെ, അല്ലെങ്കിൽ ഇവരെ പോലെ ഇങ്ങനെ വിഷമിക്കാനാണ് എന്തിനാ ഒരു വിവാഹം. ഇങ്ങനെ അവർ ചിന്തിച്ചതിൽ എന്ത് തെറ്റ്? പക്ഷേ അവർക്ക് വേണ്ടത് ലൈഫ് സ്കില്ലുകളാണ്. ലൈഫ് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആസ് എ വുമൺ മിൻ ഹൈസുൽ മർഅ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരേറ്റെടുക്കുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ അത് ഗൃഹഭരണമാണ്, ഹോം ഗവേണൻസ് ആണ്. അതൊരു നാടിനെ നിർമ്മിക്കും, ഒരു നാട്ടിനെ എല്ലാ നിലയിലും വളർച്ചയുണ്ടാക്കും. അതിന് പറ്റുന്ന വിധം കുടുംബിനികളെ കൂടി വളർത്തുന്ന ഒരു വിദ്യാലയം, അഥവാ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുമ്പോൾ തന്നെ അവർക്ക് കുടുംബജീവിതവും പ്രായോഗിക ജീവിതവും പരിശീലിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അത് നമ്മൾ രാമനാട്ടുകരയിൽ ഇൻഷാ അല്ലാഹ് ഈ വർഷം ആരംഭിക്കുകയാണ്, ഗേൾസ് അക്കാദമി. അതിൽ ഞാൻ എൻ്റെ ബഹുമാന്യരായ പണ്ഡിതന്മാരോട് പ്രത്യേകിച്ചും ആവശ്യപ്പെടുകയാണ്, ഈ പരിസരത്ത് നിന്നുള്ള SSLC കഴിഞ്ഞതിന് ശേഷം +1 +2 ഈ രീതിയിൽ പ്രായോഗികമായി ജീവിതം അറിഞ്ഞാസ്വദിച്ച് ജീവിക്കാൻ സന്നദ്ധതയുള്ള പെൺകുട്ടികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് ഈ സംവിധാനം പരിചയപ്പെടുത്തൽ ഖൈറാണെന്ന് നിങ്ങളെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് രാമനാട്ടുകരയിലെ നമ്മുടെ നിസരി മാൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലെ ബസ് സ്റ്റോപ്പിലെ ഇതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ ഒരു 100 വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം ഈ വർഷം ഒരുക്കുന്നുണ്ട്. AC ക്ലാസ് റൂമോടുകൂടെ, അതോടെ AI ടൂളുകൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ഉള്ള രീതിയിൽ മർമ്മപ്രധാനമായി ഈ സ്കില്ലുകൾ, അതിൻ്റെ വിശദവശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് 2 മണിക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുണ്ട്. അതിലയക്കേണ്ടത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷിതാക്കളെയുമാണ്. അവരെ ഒന്നിച്ചിരുത്തി എന്താണ് പഠനം, എങ്ങനെ പഠിക്കണം, SSLCക്ക് ശേഷം +1 +2 ശേഷം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്താണ് പഠനം, എന്താണ് ജീവിതം എന്നത് ചുരുക്ക രീതിയിൽ വിവരിക്കുന്ന ഒരു സെഷൻ ഇന്നിവിടെ നടത്തുന്നുണ്ട്. അതിൽ അത്യാവശ്യം പങ്കെടുപ്പിച്ചാൽ കൊള്ളാമെന്നുള്ളവരുണ്ടെങ്കിൽ കുറച്ച് സീറ്റ് കൂടി ഇന്നത്തേക്ക് ബാക്കിയുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിലുള്ളവർ ഈ സമയം കൊണ്ട് പങ്കെടുപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളവരെ അറിയിച്ചാൽ ഞാൻ ശേഷം ഒരു നമ്പർ പറയാം, അതിന് താല്പര്യമുള്ളവർ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ അറിയിച്ചാൽ മതി.
അല്ലാത്തവർക്ക് പിന്നീട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഹാപ്പി സോൺ രാമനാട്ടുകരയുമായി ബന്ധപ്പെട്ട സർവീസുകൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. 9605 734 279 9605 734 279. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9605 734 279. ഈ നമ്പറിൽ ഹാപ്പി സോൺ രാമനാട്ടുകര ആ നമ്പറിൽ നിങ്ങൾക്ക് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടാൻ കഴിയുന്നതും അവർ നിങ്ങളോട് സഹകരിക്കും. ആവശ്യമായ സർവീസുകൾ ചെയ്യാൻ അവർ ശ്രമിക്കും. പ്രത്യേകിച്ച് ഈ സംവിധാനം നടത്തണമെന്നും അത് വ്യാപകമായി നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളിലേക്ക് ഈ ഒരു പ്രാക്ടിക്കൽ കൊണ്ടുവരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു ശ്രമമാണ്. അത് ദുനിയവിയായും ഉഖ്റവിയായും വിജയിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങളുടെ ഈ ബഹുമാന്യമായ സദസ്സിനോട് ചേർന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. നിങ്ങൾക്ക് ദുആ ഉണ്ടാകണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഉസ്വിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നിങ്ങളെ ഈ സഹകരണത്തിനും പ്രത്യേകിച്ച് സന്തോഷം കേട്ടോ. കാരണം എല്ലാവരും വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.